സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 13 വരെ കനകക്കുന്നിൽ നടക്കുന്നു. 13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മേളയിൽ പുസ്തകങ്ങൾ കാണുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവങ്ങളും പുസ്തക പ്രകാശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി DC ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ AV ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരികോത്സവത്തിൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. ഗാന്ധി ജയന്തി ദിനം. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയെ കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഗാന്ധിയെക്കുറിച്ച് നമുക്ക് ഉള്ള അറിവുകളെ പുതുക്കുന്നതും
ഗാന്ധിജിയെ ഋഷി എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എത്രമാത്രം സഹനങ്ങളും സങ്കടങ്ങളും സംശയങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ഈ രണ്ട് പുസ്തകങ്ങളും വെളിപ്പെടുത്തുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ആദ്യ പുസ്തകം ഗാന്ധി ഒരു അർത്ഥനഗ്ന വായന, എസ് ഗോപാലകൃഷ്ണൻ രചിച്ചത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യട്ടെ. പുസ്തകം സ്വീകരിക്കുന്നത് ഭാഷാഭൂഷണി എഡിറ്റർ ശ്രീ KC നാരായണനാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ പുസ്തകമായ M ഗംഗാധരൻ മാഷ് രചിച്ച ഗാന്ധി ഒരു അന്വേഷണം, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതം വരെയുള്ള ഒരു ഘട്ടമാണ് ഗാന്ധി ഒരു അന്വേഷണം എന്ന ഈ പുസ്തകം. ഇതിൻ്റെ രണ്ടാം ഭാഗവും തയ്യാറായി വരുന്നു. ആദ്യ ഭാഗത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത നിരൂപകനായ ശ്രീ KS രവികുമാറാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ P സുരേന്ദ്രനാണ്. സുരേന്ദ്രനെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ഗാന്ധി ഒരു അർത്ഥനഗ്ന വായന എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ശ്രീ S ഗോപാലകൃഷ്ണനും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും DC അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനായി എത്തിച്ചേർന്ന സഹൃദയരായ വായനക്കാർ, മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. S ഗോപാലകൃഷ്ണൻ രചിച്ച ഗാന്ധി ഒരു അർത്ഥനഗ്ന വായന എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ആദ്യം. സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗാന്ധിയുടെ ജീവിതവും ആദർശവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള അന്വേഷണ പരിശോധനയാണ് ഗാന്ധി ഒരു അർത്ഥനഗ്ന വായന. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ KC നാരായണനെയും ക്ഷണിക്കുന്നു. പ്രഭാഷണത്തിനായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരായ ശ്രീ KC നാരായണൻ, ശ്രീ KS രവികുമാർ, ശ്രീ P സുരേന്ദ്രൻ, ശ്രീ S ഗോപാലകൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ, പ്രിയപ്പെട്ടവരെ, പുസ്തകത്തിൻ്റെ ശീർഷകം സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗാന്ധിജി ഒരു അർത്ഥനഗ്ന വായന. ഗാന്ധിജി നമ്മുടെ ഏവരുടെയും ആരാധനയും സ്നേഹവും ഒക്കെ പിടിച്ചു പറ്റുമ്പോഴും ഇന്ത്യ സ്വതന്ത്രയായി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മരണകൾ പോലും കുറേശ്ശെയായി വാങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും മഹാത്മജി ഒരു പ്രഹേളികയായി ശേഷിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്.
ഈ പ്രഹേളികയെ അത്യന്തം അവധാനതയോടുകൂടി, അത്യന്തം ബഹുമാനത്തോടുകൂടി, അത്യന്തം സ്നേഹപുരസ്സരം പരിശോധിക്കുന്ന വളരെ സുന്ദരമായ ഒരു പുസ്തകമാണ് എൻ്റെ സുഹൃത്ത് ശ്രീ എസ് ഗോപാലകൃഷ്ണൻ രചിച്ചിരിക്കുന്നത്. ഇതൊരു ഒന്നാന്തരം വായനാനുഭവമാണ്. ഞാനിത് ഭംഗിവാക്ക് പറയുന്നതല്ല. ശ്രീ എസ് ഗോപാലകൃഷ്ണൻ്റെ ലേഖനങ്ങൾ അവിടെ വായിച്ചിട്ടുള്ളവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഗദ്യം മലയാളത്തിലെ പുതിയ എഴുത്തുകാർക്കിടയിൽ വളരെ മാറി നിൽക്കുന്ന, വളരെ മനോഹരമായ, സ്വച്ഛന്ദ സുന്ദരമായ ശൈലിയിൽ എഴുതപ്പെടുന്നതാണ്. തീർച്ചയായും അവിടെ അനാവശ്യമായ ഒരു വാക്കോ അനാവശ്യമായൊരു പ്രയോഗമോ കടന്നു കയറുകയില്ല. മറിച്ച് വായിച്ചു പോകുമ്പോൾ, ഈ പുസ്തകം തന്നെ വായിച്ചു പോകുമ്പോൾ നമ്മൾ മഹാത്മജിയെപ്പറ്റി മാത്രമല്ല അറിയുന്നത്, ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇതൾ വിരിയുകയാണ്. അവിടെ എത്രയെത്ര മഹാരഥന്മാർ, എത്രയെത്ര സങ്കടത്തിൻ്റെ കഥകൾ, എത്രയെത്ര ധീരോദാത്തമായ കഥകൾ, എത്രയെത്ര ദുരന്ത കഥകൾ, എത്രയെത്ര വീരകഥകൾ അതിലൂടെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയുന്നു. മഹാത്മജി അദ്ദേഹത്തിൻ്റെ ഭാഷയെപ്പറ്റി ഞാൻ പറഞ്ഞുവല്ലോ. ഞാൻ വായിച്ചപ്പോൾ പ്രത്യേകം ഒന്ന് കുറിച്ച് വയ്ക്കണമെന്ന് വിചാരിച്ച ഒരു വാചകമുണ്ട് അദ്ദേഹത്തിൽ. ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി എഴുതിയ ഒരു അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, മഹാത്മജി ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒരു പരൽ ഉപ്പ് എടുത്തിട്ടു. എന്നിട്ട് അദ്ദേഹവും ആ വെള്ളത്തിൽ ലയിച്ചുപോയി. ആ ഒരു സന്ദർഭത്തെ ഇത് കൂടുതൽ കാവ്യാത്മകമായിട്ട് എങ്ങനെയാണ് ഉപ്പിനെ പറ്റി എഴുതുന്ന ഒരു ലേഖനത്തിൽ സത്യാഗ്രഹമെന്ന് പറയുന്ന ഒരുപക്ഷെ ലോകത്തെ ആദ്യത്തെ തന്നെ ഒരു സമരമുറ ആവിഷ്കരിച്ച ഒരു സംഭവത്തെ പറ്റി പറയുമ്പോഴാണ് ആ ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി എഴുതിയ സബർമതി ആശ്രമത്തിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര തിരിച്ച് ദണ്ഡിയിലെത്തുന്ന ആ യാത്രയും അതിൽ ചേരുന്ന ആളുകളും ആ കടപ്പുറത്ത് വെച്ച് ആദ്യത്തെ ഉപ്പുകല്ലെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് അവരോട് പറഞ്ഞതും, നിങ്ങളുടെ അവകാശമാണ് ഉപ്പ്, ഇതിന് കരം വാങ്ങാൻ ആർക്കും അവകാശമില്ല, അതിന് ബ്രിട്ടീഷുകാർക്ക് അവകാശമില്ല. കാരണം അവിടുത്തെ വൈസ്രോയിയുടെ ശമ്പളം എത്രയോ ആയിരങ്ങളാണ്. ആ സമയം അന്നത്തെ ഒരു നമ്മുടെ നാട്ടുകാരൻ അയാളുടെ ആവശ്യങ്ങൾ ഏതാനും അണകളിൽ തീരുന്നതാണ്. അങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ടവൻ്റെ ചോറിലാണ് ഈ ഭരണകൂടം കൈയിടുന്നത് എന്ന് ഈ ആശയം ഉണ്ടാകുകയും പിന്നെ ദിനരാത്രങ്ങളോളം ഈ ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയുള്ള ആശയം കുറേശ്ശെയായി സ്വരൂപിച്ചു കൊണ്ടുവന്ന് അതിങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാവുകയും സമര മാർഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി തീരുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. ഇതുപോലെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ, ഇത്രയും വലിയ ഒരു ത്യാഗിയുടെ ജീവിതത്തിലെ കുടുംബപരമായിട്ടുള്ള ഒരുപാട് വിടവുകളും അവിടെ ഉണ്ടായ ഒരുപാട് വിള്ളലുകളും അതിനെപ്പറ്റിയൊക്കെ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഗാന്ധിയുടെ ആശയങ്ങളുടെ ഒരു തടവറയിൽപ്പെട്ട് കഴിയുമ്പോൾ രണ്ടാമത്തെ മകൻ മണിലാൽ ഒരു നിഷേധിയായി മാറി ഗാന്ധിജി എന്തൊക്കെയാണ് ആദർശപരമായി ചെയ്യാൻ ആഗ്രഹിച്ചത് അതിനെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിബൽ ആയി മാറിയതിൻ്റെ കഥ പറയുന്നുണ്ട്.
ഇങ്ങനെ ഒരു മഹാത്മാവിൻ്റെ കൂടാരത്തിനുള്ളിൽ തന്നെ അസംതൃപ്തരുടെ ഒരുമിച്ചുള്ള അവരുടെ വീർപ്പുമുട്ടലുകളും അവർ അവർ ഈ ജീവിതത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും ഒക്കെ ചേരുന്ന ഒരു അന്വേഷണമാണിത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടങ്ങത്തില്ല. പക്ഷേ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ഗാന്ധി വായനയിലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിലെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും ഒക്കെ തുറക്കുകയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു പുസ്തക രചനയുടെ രീതിയാണ്. അദ്ദേഹം വർഷങ്ങളായി പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ ഈ ഒരുമിച്ച് ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നു എന്നേ ഉള്ളൂ. വളരെ ഭാഷയ്ക്ക് വിലപ്പെട്ട, ഗാന്ധിയെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമായും വായിക്കേണ്ട ഒരു കൈപ്പുസ്തകമാകേണ്ട ഒരു ഗ്രന്ഥമാണിത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് വഴി DC ബുക്സ് വളരെ വലിയ ഒരു സേവനമാണ് ഈ ഭാഷയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിന് ഞാൻ DC ബുക്സിനെ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ രചന ശ്രീ എസ് ഗോപാലകൃഷ്ണൻ എഴുതിയ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിനെ സംബന്ധിച്ച് ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളുടെ അപ്പുറത്ത് പോകുന്ന രീതിയിലുള്ള ഒരു രചനയായി മാറി ഈ പുസ്തകം എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം അതൊരു വായനക്കാരുടെ അനുഗ്രഹം എമ്പാടും അതിനുണ്ടാകണം. നമ്മുടെ ഒരു സമയം ഒരു പക്ഷേ മുതിർന്ന വിദ്യാർത്ഥികൾ ഇത് വായിച്ച് പഠിക്കണം എന്നൊക്കെ ഞാൻ പറയും. തീർച്ചയായും ഈ പുസ്തകത്തിനും ഇതിൻ്റെ പ്രസാധകർക്കും ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനും എല്ലാം വളരെ കാര്യമായിട്ടുള്ള സ്വീകരണം ആളുകളിൽ നിന്ന്, വായനക്കാരിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാനിതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ശ്രീ KC നാരായണനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ശ്രീ അടൂർ, ഈ പുസ്തകത്തിൻ്റെ രചയിതാവായ ഗോപാലകൃഷ്ണൻ, ശ്രീ രവികുമാർ, സുരേന്ദ്രൻ, ഗാന്ധിജിയെപ്പറ്റി ഒരു പുസ്തകം എഴുതുന്ന ആള് ഏറ്റവും കുറഞ്ഞത് ഒരു MP മന്മഥൻ്റെ വയസ്സെങ്കിലും ആയിട്ടുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഒരു G കുമാരപിള്ളയുടെയെങ്കിലും പ്രായമുള്ള ഒരാളായിരിക്കും എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുക എന്നൊരു വാചകം ഈ ഗാന്ധിയെ പറ്റിയിട്ടുള്ള ഈ പുസ്തകത്തിൽ ഗോപാലകൃഷ്ണൻ തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു പ്രായം, അതായത് ആധുനികമായിട്ടുള്ള സമകാലികമായ കേരളത്തിൽ ഒരു അകാലികതയായിട്ട് തോന്നത്തക്ക വണ്ണമുള്ള എന്തോ ഒരു പ്രത്യേകത, ഒരു ചേരായിക ഗാന്ധിജിക്ക് നമ്മുടെ കാലത്തോടുണ്ട് എന്നുള്ളൊരു വിചാരം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഗാന്ധിജിയുടെ കയ്യിൽ അദ്ദേഹം സദാ സൂക്ഷിച്ചിരുന്ന ഒരു ഉപകരണം വാച്ചായിരുന്നു, ഒരു പോക്കറ്റ് വാച്ച്. അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകളായിട്ട് ബാക്കി വെച്ച് പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ജോഡി ചെരുപ്പ്, മെതിയടി നടക്കാൻ. 2, ഒരു കണ്ണട കാണാൻ. 3, ഒരു വാച്ച്, സമയം. അത് വെറും ഒരു സമയം നോക്കാനും സമയനിഷ്ഠ പാലിക്കാനും മാത്രമല്ല, വേറൊരു കാലത്തിൻ്റെ അവബോധം ഇവിടെ കൊണ്ടുവരാനുള്ള പ്രതീകം കൂടിയായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരുപാട് ആളുകൾ അതിനെ കണ്ടത് ഇതിൽ പറയും ഒരു നടക്കാത്ത വാച്ച്, കാലം തെറ്റിയ ഒരു പോക്കറ്റ് വാച്ച്, വേറൊരു ഘടികാരം, ഒന്നും ഈ കാലത്തിനെ പ്രതിബിംബിക്കാൻ കഴിയാത്ത ഒരു ഘടികാരം എന്ന്. അങ്ങനെ ഒരു ബഹുഭൂരിപക്ഷം മലയാളികൾക്കും ഈ കാലത്തിന് ചേരാത്ത ഒരാൾ എന്നുള്ള ഒരു ഗാന്ധി വായനയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പലതരത്തിലുള്ള ഗാന്ധിയെ പറ്റിയുള്ള പ്രതീതികൾ, പെർസെപ്ഷൻസ്, വികാരങ്ങളുണ്ട്. അപ്പം അതിലൊന്ന് ഭരണകൂടത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രതീകം. കാരണം ഗാന്ധിയുടെ പൈതൃകം പറ്റുന്ന ഒരു കക്ഷി ഭരിക്കുന്നു, ആ ഭരണകൂടത്തിൻ്റെ പ്രതീകം. പരാജയപ്പെട്ട ഏതോ ഒരു പഴയ രാഷ്ട്രീയ ആദർശം, അങ്ങനെ ഒരു വിചാരമുണ്ട്.
അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗാന്ധിജിയെ വിമർശനാത്മകമായിട്ടുള്ള പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് ദളിത് വായനയുണ്ട്. അപ്പൊ അതിൽ ഒരു ദളിത് പ്രത്യാഖ്യാനത്തിൽ ഒരു വില്ലൻ വേഷമാണ് ഇന്ന് ഗാന്ധിജിക്കുള്ളത്. ഈ പുസ്തകത്തിൽ തന്നെ ഒരു സന്ദർഭം പറയുന്നുണ്ട്. മിഷിഗൻ സർവകലാശാലയിൽ അതിൻ്റെ വളപ്പിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ആ കാലത്ത് അടുത്ത ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ അങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ അമേരിക്കയിലെ ഇന്ത്യക്കാരായിട്ടുള്ള വലിയ വിഭാഗം ഇതിനെതിരായിട്ട് സർവകലാശാല അധികൃതർക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി. ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ആ കത്തിൽ പ്രധാനമായിട്ടുള്ള ആരോപണങ്ങളിലൊന്ന് ഇന്ത്യയിൽ സവർണ ജാതീയതയുടെ ഒരു അഭിഭാഷകനായിരുന്ന ഗാന്ധി അഖില ലോക കറുത്തവരുടെ ബ്ലാക്സിൻ്റെയും ജാതീയമായി കറുപ്പായവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖപ്പിൽ നിൽക്കുന്നത് ഒരു തരത്തിലുള്ള ചരിത്ര വിരുദ്ധതയാണ് എന്നായിരുന്നു. അപ്പൊ ലോകത്തിൽ തന്നെ ഗാന്ധിജിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വായനകൾ ഉണ്ടായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഗാന്ധി വായനകൾ, ഗാന്ധി വിമർശനങ്ങൾ, അങ്ങനെ ഒരു പ്രായം, അതായത് ആധുനികമായിട്ടുള്ള സമകാലികമായ കേരളത്തിൽ ഒരു അകാലികതയായിട്ട് തോന്നത്തക്ക വണ്ണമുള്ള എന്തോ ഒരു പ്രത്യേകത, ഒരു ചേരായിക ഗാന്ധിജിക്ക് നമ്മുടെ കാലത്തോടുണ്ട് എന്നുള്ളൊരു വിചാരം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. ഗാന്ധിജിയുടെ കയ്യിൽ അദ്ദേഹം സദാ സൂക്ഷിച്ചിരുന്ന ഒരു ഉപകരണം വാച്ചായിരുന്നു, ഒരു പോക്കറ്റ് വാച്ച്. അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകളായിട്ട് ബാക്കി വെച്ച് പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ജോഡി ചെരുപ്പ്, മെതിയടി നടക്കാൻ. 2, ഒരു കണ്ണട കാണാൻ. 3, ഒരു വാച്ച്, സമയം. അത് വെറും ഒരു സമയം നോക്കാനും സമയനിഷ്ഠ പാലിക്കാനും മാത്രമല്ല, വേറൊരു കാലത്തിൻ്റെ അവബോധം ഇവിടെ കൊണ്ടുവരാനുള്ള പ്രതീകം കൂടിയായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരുപാട് ആളുകൾ അതിനെ കണ്ടത് ഇതിൽ പറയും ഒരു നടക്കാത്ത വാച്ച്, കാലം തെറ്റിയ ഒരു പോക്കറ്റ് വാച്ച്, വേറൊരു ഘടികാരം, ഒന്നും ഈ കാലത്തിനെ പ്രതിബിംബിക്കാൻ കഴിയാത്ത ഒരു ഘടികാരം എന്ന്. അങ്ങനെ ഒരു ബഹുഭൂരിപക്ഷം മലയാളികൾക്കും ഈ കാലത്തിന് ചേരാത്ത ഒരാൾ എന്നുള്ള ഒരു ഗാന്ധി വായനയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പലതരത്തിലുള്ള ഗാന്ധിയെ പറ്റിയുള്ള പ്രതീതികൾ, പെർസെപ്ഷൻസ്, വികാരങ്ങളുണ്ട്. അപ്പൊ അതിലൊന്ന് ഭരണകൂടത്തിന്റെ ഒരു തരത്തിലുള്ള പ്രതീകം. കാരണം ഗാന്ധിയുടെ പൈതൃകം പറ്റുന്ന ഒരു കക്ഷി ഭരിക്കുന്നു, ആ ഭരണകൂടത്തിന്റെ ഒരു പ്രതീകം. പരാജയപ്പെട്ട ഏതോ ഒരു പഴയ രാഷ്ട്രീയ ആദർശം, അങ്ങനെ ഒരു വിചാരമുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗാന്ധിജിയെ വിമർശനാത്മകമായിട്ടുള്ള പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് ദളിത് വായനയുണ്ട്. അപ്പൊ അതിൽ ഒരു ദളിത് പ്രത്യാഖ്യാനത്തിൽ ഒരു വില്ലൻ വേഷമാണ് ഇന്ന് ഗാന്ധിജിക്കുള്ളത്. അപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ ഒരു സന്ദർഭം പറയുന്നുണ്ട്. മിഷിഗൻ സർവകലാശാലയിൽ അതിൻ്റെ വളപ്പിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. അപ്പൊ ആ കാലത്ത് അടുത്ത ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ അങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ അമേരിക്കയിലെ ഇന്ത്യക്കാരായിട്ടുള്ള വലിയ വിഭാഗം ഇതിനെതിരായിട്ട് സർവകലാശാല അധികൃതർക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി. ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. ആ കത്തിൽ പ്രധാനമായിട്ടുള്ള ആരോപണങ്ങളിലൊന്ന് ഇന്ത്യയിൽ സവർണ ജാതീയതയുടെ ഒരു അഭിഭാഷകനായിരുന്ന ഗാന്ധി അഖില ലോക കറുത്തവരുടെ ബ്ലാക്സിൻ്റെയും ജാതീയമായി കറുപ്പായവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖപ്പിൽ നിൽക്കുന്നത് ഒരു തരത്തിലുള്ള ചരിത്ര വിരുദ്ധതയാണ് എന്നായിരുന്നു. അപ്പൊ ലോകത്തിൽ തന്നെ ഗാന്ധിജിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വായനകൾ ഉണ്ടായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഗാന്ധി വായനകൾ, ഗാന്ധി വിമർശനങ്ങൾ,
നടക്കുന്ന ഒരു കാലത്ത് ഇതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട്, ഉദാഹരണത്തിന് വേറൊരു ഗാന്ധി വായന മാർക്സിസ്റ്റുകൾ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 1960കളിൽ നിന്ന് തന്നെ മാർക്സിസവും ഗാന്ധിസവും എന്ന പേരിൽ EMS പുസ്തകം എഴുതിയതിൽ ഗാന്ധിയെ വിമർശനാത്മകമായിട്ട് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 1994-95 കാലത്ത് EMS നടത്തിയ ഒരു വിലയിരുത്തലിൽ ഗാന്ധിജി ഒരു മതമൂലവാദിയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനാത്മക വായനകളുടെ ഗാന്ധിജി, ഇനി ഗാന്ധിജിയെ ഒരേ സമയം വളരെ സന്യാസിയും വിശുദ്ധനുമായി കാണുന്ന വേറൊരു വായന. ഗാന്ധിജിയെ കലകൾക്കും സാഹിത്യത്തിനും സംഗീതത്തിനുമൊക്കെ വിരുദ്ധ ദശയിൽ പ്രതിഷ്ഠിക്കുന്ന വേറൊരു വായനയുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഗാന്ധി എന്നുള്ള ഒരു ബിംബം ഈ കഴിഞ്ഞ ഒരു 60-70 കൊല്ലത്തിനുള്ളിൽ വളരെ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് വായനകൾക്ക് വിധേയനായിക്കൊണ്ടൊരു വിഷയം കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പാരായണങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും ഇടയിൽ ഏതൊരു ഗാന്ധിയെ വീണ്ടെടുക്കുവാനാണ് ഈ പുസ്തകത്തിൽ ഗോപാലകൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു വ്യത്യാസം. അത് ഒരു ഗാന്ധിയെയാണോ അതോ ഗാന്ധികളെയാണോ? നേരത്തെ അടൂർ പറഞ്ഞപ്പോൾ ഒരു കൂടാരത്തിനുള്ളിൽ കഴിയുന്ന ഒരുപാട് ഗാന്ധികളുടെ ചിത്രം ഇതിലതുണ്ട്, സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങളിലുള്ളതുണ്ട്. അങ്ങനെ വേറൊരു ഗാന്ധി വംശാവലി അല്ലെങ്കിൽ ഗാന്ധി മുഖങ്ങളെ പല കോണുകളിൽ നിന്ന് നോക്കിക്കണ്ട് അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. സാധാരണഗതിയിൽ ഇത് ഒരു പുസ്തകമായിട്ട് അദ്ദേഹം ആലോചിച്ചതല്ല. ഭാഷാഭൂഷണിയിൽ 2005 മുതൽക്ക് പല സന്ദർഭങ്ങളിലായി എഴുതിയ ലേഖനങ്ങളിലെ കോളത്തിലെ ഗാന്ധി ലേഖനങ്ങൾ മാത്രം എടുത്ത് ഒരു സമാഹാരമാക്കിയതാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ ഇതിൽ ഒരു ഗാന്ധി സംബന്ധമായ ലേഖനങ്ങൾ കൊണ്ട് മാത്രം ഒരു കോളം നടക്കില്ല. പല ലേഖനങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ കോളങ്ങൾക്ക് തന്നെ ഒരു പത്രത്തിലോ മാസികയിലോ വാരികയിലോ ഒക്കെ വളരെ ക്ഷണികമായിട്ടുള്ള ആയുസ്സാണ്. എഴുത്തച്ഛൻ പറഞ്ഞു, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. നമ്മൾ ഈ മാധ്യമ മഹാകാലത്തിൽ അതിന് മാറ്റി പറയുന്നത് കോളങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നാണ്. വളരെ വേഗം നശിച്ച് ഒന്നാമത്തെ വായനയിൽ ഇല്ലെങ്കിൽ രണ്ടാമത്തെ വായനയിൽ വിസ്മൃതിയിലേക്ക് പോകുന്ന ഒരു കോള പരമ്പരയിൽ നിന്ന് ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള താൻ എഴുതിയ ലേഖനങ്ങൾ മുഴുവൻ സമാഹരിച്ച് ഒരൊറ്റ നൂൽ തുടർച്ച പോലെ ഒരു പുസ്തകത്തിൻ്റെ സമഗ്രതയിലേക്ക് കൊണ്ടുവന്നു. അത് പ്രസിദ്ധീകരിക്കാനിടയായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് ഈ വിധത്തിൽ ഒരു പുസ്തക രൂപത്തിൽ വന്നതിലും അതിവിടെ വെച്ച് പ്രകാശനം ചെയ്തതിലും എനിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള സന്തോഷം കൂടി ഞാൻ ഗോപാലകൃഷ്ണന് മുമ്പിൽ അറിയിക്കുക. എങ്ങനെയാണ് ഈ നമ്മൾ പറഞ്ഞ പോലെ ഗാന്ധിയെ പുനർദർശനം ചെയ്യുക? വേറൊരു ഇത് വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് എന്നും കൂടി പറയാം. ഗാന്ധിയെ ഏതൊക്കെ വശങ്ങളിൽ നിന്ന്, ഏതെല്ലാം ജാലകങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പല ജാലകങ്ങൾ ഇതിലുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ ഒരു വളരെ യാദൃച്ഛികമായിട്ട് ഒരു ജാലകം പറയാം. ആ ഡൽഹിയിലെ തെരുവിലൂടെ ഒരാൾ രാവിലെ ഈ ശരത്കാലത്തിൻ്റെ തുടക്കത്തിൽ ഇലകൾ കൊഴിഞ്ഞു വീഴുന്ന ഡൽഹി നിരത്തുകളിൽ ഇലകൾ മുഴുവൻ അടിച്ചു നിൽക്കുന്ന ഇർഫാൻ എന്നൊരു തൂപ്പുകാരനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അയാളൊരു തല, മുട്ടത്തലയാ, കഷണ്ടി തലയാ. അയാൾ ഈ തൂപ്പുവേലയ്ക്ക് മാത്രമായിട്ട് അടിയിൽ മുള കൊണ്ടൊരു ചൂല്, വളരെ നീണ്ട ഒരു തോട്ടി, ഒരു കമ്പ്, ഇതുമായിട്ട് രാവിലെ മുതൽക്ക് ഇതിങ്ങനെ പാതകളിലൂടെ അടിച്ചു നീക്കി പോകുമ്പോൾ ഒരു ദിവസം ഈ ഗോപാലകൃഷ്ണൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുമ്പ് എത്തിയപ്പോൾ ഗോപാലകൃഷ്ണൻ അയാളോട് പറയും, നിങ്ങൾക്ക് ഗാന്ധി പ്രതിമയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് ഗാന്ധി പ്രതിമയുമായിട്ട് വളരെയധികം സാമ്യമുണ്ടല്ലോ. ഗാന്ധിയെ കാണാനുള്ള തെരുവിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു ജാലകമാണ് ഈ തൂപ്പുകാരൻ എന്നുള്ള ഇർഫാൻ. അപ്പൊ ആ ഇർഫാൻ പറയും, എനിക്ക് ഗാന്ധിയെ പറ്റി അറിയാച്ചാൽ അയാളുടെ മകൻ ഒരു അബ്ദുള്ള ഗാന്ധി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആദ്യത്തെ മകനായ ഹരിലാൽ കുറച്ചു കാലം ഇസ്ലാമായിട്ട് പരീക്ഷിക്കുകയുണ്ടായി. നോക്കൂ, ഒരു ജാലകം ഇർഫാനിൽ നിന്ന് ഒരു ജാലകം കിട്ടി.
അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സ് ഹരിലാലിൻ്റെ എനിക്ക് പോവാൻ, ഹരിലാലിൻ്റെ ജീവചരിത്രത്തിലേക്ക് പോവാണ്. ഹരിലാലിൻ്റെ ജീവചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ കാന്തിലാലിൻ്റെ ഭാര്യ മലയാളിയും തിരുവനന്തപുരത്തുമായ ഡോക്ടർ സരസ്വതി ഈ കാന്തിലാലിനെ പറ്റി എഴുതിയ പുസ്തകം ആലോചനയിലേക്ക് വരാം. ഈ പുസ്തകം ആലോചനയിലേക്ക് വരുമ്പോൾ വേറൊരു ഗാന്ധി ചിത്രം അതിലേക്ക് കടന്നു വരികയാണ്. ഈ രീതിയിൽ എതിർച്ചയാ വന്നു വീഴുന്ന ഒരുപാട് ജാലകങ്ങളിലൂടെയാണ് ഈ ഗാന്ധിയുടെ പുനർദർശനം ഈ പുസ്തകത്തിലുണ്ടാവും. അപ്പം അങ്ങനെ വേറൊരു ജാലകമാണ് ഈ മണിലാൽ എന്നുള്ള ഗാന്ധിയുടെ രണ്ടാമത്തെ മകനെ പറ്റി അവരുടെ കൊച്ചുമകൾ എഴുതിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പേര് ഗാന്ധിയുടെ പ്രിസണർ എന്നാണ്, ഗാന്ധീസ് പ്രിസണർ. അപ്പം അതിൽ ഈ നമ്മളിൽ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഗാന്ധിജിയുടെ മുഖം നമ്മൾ കാണും. കുടുംബത്തിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു തരം അവഗണന, ക്രൂരത, ഇതൊക്കെ കാണിച്ച് ഒരു ഭയങ്കര ക്രൂരലായ നിഷ്ഠുരനായ, കുടുംബത്തിനോടും ഭാര്യയോടും കുട്ടികളോടൊക്കെ വളരെ വിചിത്രമായ രീതിയിൽ തൻ്റെ തത്വത്തിൻ്റെ നിഷ്ഠയ്ക്ക് വേണ്ടി ക്രൂരത കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ നിഷ്ഠയുടെ വളരെ അടിസ്ഥാനപരമായിട്ട് സ്വഭാവമാണ് നിഷ്ഠുരത. നിങ്ങൾക്ക് ഭയങ്കരമായ കർക്കശത്വം, കർശനത്വം തത്വങ്ങളോടുണ്ടാവുന്ന ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ വേറെ ചില ആളുകളോട് ക്രൂരത കാണിച്ചുകൊണ്ടേയിരിക്കും. ഈ ക്രൂവൽറ്റി എന്ന് പറയുന്നത് വളരെ അഗാധമായിട്ടുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ള തത്വനിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്ന് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മണിലാലിൻ്റെ കഥ വളരെ ഗംഭീരമായിട്ട്, മണിലാലിൻ്റെ കഥയിലേക്ക് വരുന്നതിന് ആ പുസ്തകത്തിൽ നിന്നും വരുന്നതിന് മുമ്പ് വേറൊരു ജാലകമുണ്ട്, ഒരു ചെറിയ ഫോട്ടോഗ്രാഫ്. മണിലാലിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തൻ്റെ 1952 ഗാന്ധിജി ഈ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവെറിക്കും അപ്പാർത്തീഡിനും വർണ്ണവിവേചനത്തിനും എതിരായിട്ട് സത്യാഗ്രഹം നടത്തിയതുപോലെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഇതേ വർണ്ണവെറി തുടരുന്നതിനെതിരെ സത്യാഗ്രഹവും സമരവും നടത്തിയതാണ്. അപ്പൊ ആ കാലത്ത് ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. മകൻ വേറൊരു രാജ്യത്ത് ഈ അപ്പാർത്തീഡിനെതിരായിട്ട് ഈ സമരം നടത്തി ജയിലിൽ അടയ്ക്കപ്പെടുക. ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലും ഇങ്ങനെ അച്ഛൻ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവുകയും മകൻ വേറൊരു രാജ്യത്തിൻ്റെ തടവിലാവുകയും ചെയ്യുന്ന ഒരു കഥ നമുക്ക് പറയാനുണ്ടാവില്ല. അങ്ങനെയുള്ള വിചിത്രമായിട്ടുള്ള ആ കഥയിൽ മണിലാല് ഈ തടവറയിൽ കിടക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് പ്രസിദ്ധീകരിച്ചു വന്നു. ആ ഫോട്ടോഗ്രാഫിൽ നിന്നാണ് ഈ കഥ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഗാന്ധിയുടെ തടവുകാരൻ എന്നുള്ള പുസ്തകത്തിലേക്ക് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ എഴുതിയ കഥയിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടിയുന്നുണ്ട്, ഞാൻ എന്നും ഗാന്ധിജിയുടെ ഒരു തടവിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഗവൺമെന്റിന്റെ തടവിൽ മാത്രമല്ല, ഗാന്ധിജിയുടെ തത്വത്തിൻ്റെ കൂടി തടവിലായി. ആ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഇത് പറയുന്നത് അച്ഛനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. അതിലൊന്ന്, ഈ അദ്ദേഹം കുട്ടിക്കാലത്ത് കുറച്ചു കാലം ബോംബെയിലാണ് താമസിച്ചത്. അപ്പോൾ ബോംബെയിൽ കഠിനമായിട്ടുള്ള പനി വന്നു, കുട്ടികളായിരിക്കും. പക്ഷേ ഗാന്ധിജി ഈ അദ്ദേഹത്തിനുള്ള ചികിത്സയിലുള്ള മരുന്നില്ലായ്മത്തെ ചികിത്സയിലുള്ള വിശ്വാസം കൊണ്ട് ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാൻ വിസമ്മതിച്ചു. എങ്ങനെയൊക്കെയോ മണിലാല് അതിനെ അതിജീവിച്ചു. അപ്പം രണ്ടാമത്തെ വീണ്ടും അദ്ദേഹത്തിന് രോഗം വരികയാണ്. അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് വസൂരി രോഗം വന്നു. ആ രോഗം വന്നിട്ട് കണ്ണിനെ കാഴ്ച മങ്ങിയിട്ട് വളരെ അടുത്ത് വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ വന്നു. അപ്പോൾ വലിയ കട്ടി കണ്ണടയുണ്ട്. പക്ഷെ ഒരു ദിവസം ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ള പേപ്പറിലാണ് അദ്ദേഹം പണിയെടുക്കണത്. അവിടെ എത്തി ഈ പേപ്പർ വായിക്കാൻ കണ്ണട എടുക്കാൻ മറന്നു. അപ്പോൾ ഇതിങ്ങനെ വളരെ അടുത്ത് വെച്ചിട്ട് ഇദ്ദേഹം കണ്ണട ഇല്ലാതെ പത്രം വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗാന്ധിജിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ എവിടെ പോയി, എന്താണ് കണ്ണട എടുക്കാൻ ഞാൻ മറന്നുപോയി. ഉടനെ ഒരു ശിക്ഷ എന്നുള്ള നിലയ്ക്ക് വീട്ടിൽ പോയിട്ട് കണ്ണട എടുത്തുകൊണ്ടുവരാൻ 33 നാഴിക നടത്തിപ്പിക്കുക. അങ്ങനെ അതിലേക്ക് വേറൊരു ഭീകരമായിട്ടൊരവസ്ഥ. അദ്ദേഹം ആ ആശ്രമത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് പ്രണയമായി. അപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിക്കണം. പക്ഷേ
അത് ഗാന്ധിജി പറഞ്ഞു കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം അത് കല്യാണത്തിനുള്ള വിരോധം മാത്രമല്ല, ആണും പെണ്ണും തേരുന്ന പോലെ ഇത്ര വൃത്തികെട്ട ഒരു നടപടി ലോകത്തിലില്ല. സന്തതി വർധനയ്ക്കായിട്ട് ദൈവം ഇങ്ങനെ ഒരു രീതി ഉണ്ടാക്കിയത് തന്നെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വിവാഹമില്ല. ഇങ്ങനെയുള്ള അതിഭീകരമായിട്ടുള്ള ഒരു തടവുശാല തൻ്റെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഉണ്ടാക്കിയതിനെ പറ്റി ഗാന്ധി പറയുന്നുണ്ട്. ഇതിൻ്റെ ജാലകം എന്താ? ഇതിൻ്റെ ജാലകം ഈ കൊച്ചുമോൾ എഴുതിയ ഈ പുസ്തകത്തിലൂടെയുള്ള ജാലകം. നമ്മളൊരു തൂപ്പുകാരൻ്റെ ജാലകമായി, ഇത് ഒരു പുസ്തകത്തിൻ്റെ ജാലകമാണ്. ഇങ്ങനെ അനവധി പുസ്തകങ്ങൾ, വ്യക്തികൾക്ക് അത് മുഴുവൻ പറയാനുള്ള സന്ദർഭമല്ലത്, അത് വായിക്കുന്ന വേണം. ഇങ്ങനെ അനവധി ജാലകങ്ങളിലൂടെയും വഴികളിലൂടെയും ഈ ഗാന്ധിജിയുടെ ഒരുപാട് മുഖങ്ങൾ കണ്ടെത്താം. വേറൊരു ജാലകമാണ് ഈ 1947 വിഭജനത്തിൻ്റെ സമയത്ത് അന്നത്തെ ദിവസം ഗാന്ധിജി എന്ത് ചെയ്തു എന്ന് വിവരിക്കുന്ന രേഖകളടങ്ങിയ ഒരു പുസ്തകം. അതിൽ നിന്നാണ് അന്നത്തെ ഗാന്ധിജിയുടെ അന്ന് വിഭജനത്തിൻ്റെ ആ ദിവസം അദ്ദേഹത്തിന് ഒരു സ്വർണ്ണ വാച്ച് നന്ദലാൽ മേത്ത എന്ന് പറഞ്ഞ ആൾ ഒരു ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എഴുതുന്ന കത്ത്, അന്നത്തെ ഒരു ചെറിയ ചെറിയ വിവരണങ്ങൾ, അപ്പം അത് ഒരു വലിയ വിവരണമുണ്ട്. അപ്പോൾ ഈ അന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നല്ല മഴയുണ്ടായിരുന്നു ഡൽഹിയിലൊക്കെ. അപ്പോൾ ആ ഡൽഹിയിൽ മഴയുള്ളപ്പോൾ ഒരു അമ്മയും കുട്ടിയും കൂടി നടന്നു പോവുക. അപ്പോൾ ഈ മുഴുവൻ മഴ കൊണ്ട് മുഖമൊക്കെ മൂടൽമഞ്ഞായി. അപ്പോൾ കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത്, അത് മഴവില്ല് കണ്ടില്ലേ? അത് മഴവില്ലായിരുന്നില്ല, ഇവരിൽ കണ്ണിൽ മൂടൽമഞ്ഞുണ്ടായത് കൊണ്ടുള്ളായ നിറവ്യത്യാസമായിരുന്നു. അപ്പോൾ കുട്ടി പറയും മഴവില്ലല്ലേ. അപ്പോൾ അമ്മ പറയും, ആ മഴവില്ല് ഗാന്ധി എന്നാണ് എൻ്റെ പേര്, അതിന് പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അതെടുത്ത് കുലയ്ക്കാൻ പറ്റില്ല. അതിങ്ങനെ അദൃശ്യമായിട്ട് നിൽക്കും, ഒരു സ്വപ്നം പോലെ നിൽക്കും, നമുക്കതെടുത്ത് കുലയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഗാന്ധിജിയെ പറ്റിയിട്ട് പല 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 സൂക്ഷ്മമായിട്ടുള്ള വളരെ അസാധാരണമായിട്ടുള്ള ഒരുപാട് ജാലകങ്ങളിലൂടെ ഗാന്ധിജിയെ പുനർദർശിക്കുകയും, വേറെ ഒരുപാട് ഗാന്ധികളുണ്ട്. വളരെ ക്രൂരനായ ഗാന്ധി, വളരെ അധികം ആർദ്രതയുള്ള ഗാന്ധി, ഇങ്ങനെ ഒരുപാട് ഗാന്ധിമാരെ നമ്മൾ ഈ പുസ്തകത്തിൽ കണ്ടെത്തുന്നു. അങ്ങനെ ഗാന്ധി ഒരു വളരെ വലിയ ബഹുവചനമായിട്ട് നമ്മുടെ മുമ്പിൽ ഈ പുസ്തകത്തിൽ അവതരിക്കും. നെൽസൺ മണ്ടേലയാണ് ഈ മണിലാലിൻ്റെ മണിലാലിനെ പറ്റിയിട്ടുള്ള ഈ അവരുടെ പൗത്രി എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതി. അദ്ദേഹം ഗാന്ധിയെ പറ്റിയിട്ടുള്ള എഴുതിയതാണ്, നിങ്ങളൊരു മോഹൻദാസിനെ ഞങ്ങളുടെ ഈ ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചു, ഞങ്ങൾ ആ മോഹൻദാസിനെ ഒരു മഹാത്മാവാക്കി എന്ന്. അപ്പം ആ അനുഭവങ്ങൾ, ദക്ഷിണാഫ്രിക്കയിലത്തെ അനുഭവങ്ങൾ, അവിടുത്തെ ഗാന്ധിയുടെ അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടായിരുന്ന നോവലുണ്ട്. ആ നോവല് ഈ ഗാന്ധിജിയെ കണ്ടെത്താനുള്ള വ്യാസ സമ്മാനം നേടിയ നോവലാണ്. ആ നോവലിൻ്റെ കർത്താവ് ഗാന്ധിജിയെ എങ്ങനെ വരച്ചു കാട്ടും, വേറൊരു ഗാന്ധി ദർശനത്തിൻ്റെ ജാലകമാണ്. ഇങ്ങനെ നോവലുകൾ, പുസ്തകങ്ങൾ, എതിർച്ചയാ വരുന്ന സംഭാഷണങ്ങൾ, ഇതെല്ലാം ചേർന്ന് ഗാന്ധിജിയെ കണ്ടെത്തുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ഗാന്ധി വായനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അർത്ഥനഗ്നതയുടെ വായന ഈ പുസ്തകം മെല്ലെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട്, അത് വേറെ അർത്ഥങ്ങൾ നിറഞ്ഞതാണ്. നഗ്നതയും അതിലുണ്ട്. കാരണം പരിവേഷങ്ങളില്ലാതെ, ആദർശങ്ങളുടെയും ഒക്കെ ആടയാഭരണങ്ങളുടെ ഒരുപാട് പൊടിപ്പുകളും തൊങ്ങലുകളും ഇല്ലാതെ വേറൊരു ഗാന്ധിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഗാന്ധിജിയുടെ സിനിമയായിട്ടുള്ള ബന്ധം ആ ലേഖനം മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടോ വിട്ടുപോയി. അദ്ദേഹത്തെ ആകെ ജീവിതത്തിൽ ഒരു സിനിമ മാത്രം കണ്ട ഒരാളാണ് ഗാന്ധി. എന്തായാലും അങ്ങനൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഗാന്ധിയനും ചലച്ചിത്രകാരനുമായ അടൂര് തന്നെ ഉണ്ടായി എന്നുള്ളത് അതിൽ വേറൊരു സന്തോഷകരമായ കാര്യമാണ്. അപ്പം ഈ ഗാന്ധിജിയുടെ പറ്റിയിട്ടുള്ള ഈ തരത്തിലുള്ള ഒരുപാട് ദർശനങ്ങൾ വിലയിരുത്തലുണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം ഈ പുസ്തകത്തിൽ പറയാത്തത് എനിക്ക് ഒരു കൂട്ടിച്ചേർക്കാനുള്ള അനുവാദം കൂടി തരുമെങ്കിൽ 2 വാക്ക് ഞാൻ അതിനെ കൂടി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു.
ഇപ്പം ഗാന്ധിജിയെ EMS മതമൂലവാദിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, ദളിതർ ഒരു വില്ലനായിട്ട് ജാതിവാദിയായ ആളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആളുകൾ ഓരോ പതിറ്റാണ്ടും ഗാന്ധിയെ പല നിറങ്ങളിൽ എഴുതിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനമായ കാര്യം, ഇങ്ങനെ പല നിറങ്ങളിൽ എഴുതുമ്പോൾ ഗാന്ധിജിയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇവരെല്ലാവരും വിട്ടുകളഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. എന്താണ് ആ രാഷ്ട്രീയം എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാന്ധി ദിന ചിന്ത അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയിലെ ഈ ആശയ സംവാദം അങ്ങനൊരു ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രസക്തിയെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് കൂടി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പം അതിലൊരു പ്രധാനമായിട്ടുള്ള ആശയം, എങ്ങനെയാണ് ഇന്നത്തെ ഈ ലോകം, അതായത് വളരെ വലിയ വ്യവസായവൽക്കരണത്തിൻ്റെയും ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയുമായ ഒരു ലോകം എന്ത് രീതിയിലാണ് നിലനിൽക്കുന്നത്? ഇതായിരുന്നു ഗാന്ധിജിയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനമായ ഒരു സാമ്പത്തികമായ അന്വേഷണം. അങ്ങനെ അദ്ദേഹം പറയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അതുണ്ട്. അപ്പം അതിൽ അദ്ദേഹം പറയുന്നത്, അന്ന് ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ടുള്ള കാര്യം, ഒരു ആർമി കൊണ്ടല്ല ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം നിലനിൽക്കുന്നത്, നേരെ മറിച്ച് വളരെ ലളിതമായ ഒരു കാര്യം കൊണ്ടാണ്. സാധനങ്ങൾ വിറ്റിട്ട, ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട. ഉൽപ്പന്നമായി മാറുന്ന പണത്തിൻ്റെയും പണമായി മാറുന്ന ഉൽപ്പന്നത്തിൻ്റെയും നിരന്തരമായ രക്തചംക്രമണ വ്യവസ്ഥയുടെ ശക്തിയാണ് ഈ സാമ്രാജ്യത്വം എന്ന വ്യവസ്ഥയെ വളരെ വലുതായിട്ട് നിലനിർത്തുന്നത്. അപ്പം എങ്ങനെ അത് തുടർന്നുകൊണ്ടേ പോകുന്നത്? നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനം നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ശൃംഖല എവിടെ വെച്ച് പൊട്ടും? ഒന്നുകിൽ ഉൽപ്പാദനത്തിൻ്റെ പോയിന്റിൽ വെച്ച് പൊട്ടും, അല്ലെങ്കിൽ ഉപഭോഗത്തിൻ്റെ പോയിന്റിൽ വെച്ച് പൊട്ടും. ഉൽപ്പാദനത്തിൻ്റെ പോയിന്റിൽ വെച്ച് പൊട്ടിക്കാൻ നമ്മളെടുത്ത് ഒരു മാർഗമില്ല. പക്ഷേ ഉപഭോഗത്തിൻ്റെ പോയിന്റിൽ വെച്ചിട്ട് ആ ദിശയിൽ വെച്ച് വാങ്ങുന്ന പ്രക്രിയയിൽ വെച്ച് നിങ്ങൾക്ക് അതിനെ പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ വിറ്റുകൊണ്ടാണ് ഒരു സംസ്കാരം നിലനിൽക്കുന്നതെങ്കിൽ ഒരു മനുഷ്യനുള്ള ഏറ്റവും പ്രധാനമായ ചെറുത്ത് നിൽപ്പ് എന്ന് പറയുന്നത് വാങ്ങാതിരിക്കുക, ഡോണ്ട് ബൈ. വളരെ ലളിതമായിട്ടുള്ള ഒരു വലിയ ഒരു കാർൽ മാർക്സ് ചെയ്ത പോലെ ഗാന്ധി സൗത്തിൻ്റെയും എക്കണോമിക്സ് ഇത് വളരെയധികം ആൾ പറഞ്ഞിട്ടില്ല. തുടങ്ങുന്നത് ഉൽപ്പന്നമാണ്, കമോഡിറ്റിയാണ് പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. പക്ഷെ അവിടുന്ന് ഒരു പടി കൂടി കടന്ന് ഇത് വാങ്ങുമ്പോൾ മാത്രമാണ് അത് കമോഡിറ്റി അതിൻ്റെ കൃത്യം പൂർത്തീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ കമോഡിറ്റി അല്ലാതെയാക്കി ഇതിനെ അതൊന്ന് മാറ്റി നിർത്താനുള്ള ഒരേ ഒരു വഴി ഡോണ്ട് ബൈ. അതുകൊണ്ടാണ് വിദേശ വസ്തുക്കളായാലും ശരി മറ്റേ വസ്തുക്കളായാലും ശരി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നിങ്ങൾ വാങ്ങാതിരിക്കുക. അപ്പം ഡോണ്ട് ബൈ. കാരണം വിൽപ്പനയിലൂടെ നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിന് ചെറുക്കാനുള്ള ഒരേ ഒരു വഴി വാങ്ങാതിരിക്കുക മാത്രമാണ്. ഈ രണ്ടാമത്തെ ഇതിൻ്റെ ഭരണകൂടത്തെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ടുള്ളതാണ് ഗാന്ധിയുടെ ദർശനം. ഇനി വളരെ പ്രധാനമായ വേറൊരു ദർശനം ഭരണകൂടങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്നതാണ്. അപ്പം അതിൽ അദ്ദേഹം പറയും, എത്ര മർദ്ദകമായ ഭരണകൂടമായാലും ശരി അത് നിലനിൽക്കുന്നത് ഈ ഭരിക്കപ്പെടുന്ന ഏതെങ്കിലും ലെയറുകളുടെ സഹകരണം കൊണ്ടാണ്. സഹകരണമില്ല. നിങ്ങളിപ്പോൾ പോലീസ് നിലനിൽക്കണമെങ്കിൽ ആ പോലീസിനെ അല്ലെങ്കിൽ കോടതി നിലനിൽക്കണമെങ്കിൽ അതിനെ നിലനിർത്തുന്ന ഒരുപാട് ലേയേഴ്സ് വേണം. അഭിഭാഷകർ വേണം, അതുപോലെ ഗുമസ്തന്മാർ വേണം. ഇങ്ങനെ ഒരുപാട് ലേയേഴ്സ് ഇല്ലാതെ ഭരണകൂടത്തിൻ്റെ ഒരു സ്ഥാപനം നിലനിൽക്കില്ല. ഭരണകൂടം നിലനിൽക്കുന്നത് അത് ഭയം ജനിപ്പിക്കുന്ന അതേ അളവിൽ തന്നെ ഭരണീയരിൽ നിന്ന് ഒരു സഹകരണത്തിൻ്റെ അംശം കൂടി സ്വീകരിച്ചുകൊണ്ടും ആ സഹകരണത്തിനെ സദാ നിലനിർത്തിക്കൊണ്ടുമാണ്. അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഏറ്റവും മർദ്ദകമായിട്ടുള്ള നിയമങ്ങൾക്കും രീതികൾക്കും പ്രവർത്തനത്തിനും എതിരായ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഡോണ്ട് കോപ്പറേറ്റ്. അപ്പോൾ വളരെ ഈ അതായത് നമ്മുടെ സമകാലിക സമൂഹത്തിൻ്റെ രണ്ട് പ്രധാനമായിട്ടുള്ള സ്തംഭങ്ങളാണ് അതിൻ്റെ ഗംഭീരമായുള്ള കമോഡിഫിക്കേഷനും വളരെ മർദ്ദകമായുള്ള ഭരണകൂടത്തിൻ്റെ ഈ ഭരണവും. ഈ രണ്ടിനും ഗാന്ധിജി വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് മറുപടികൾ പറഞ്ഞു. ഒന്ന് ഡോണ്ട് ബൈ, രണ്ട് ഡോണ്ട് കോപ്പറേറ്റ്. അപ്പോൾ വാങ്ങാതിരിക്കുക, നിസ്സഹകരിക്കുക, വാങ്ങാതിരിക്കൽ പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ഈ രണ്ട് പ്രസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ
ഗാന്ധിസത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ നിർവചിച്ചത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം. അധികം ആളുകൾ ഗാന്ധിയെ മതമൂലവാദിയായിട്ട്, സന്യാസിയായിട്ട്, വിശുദ്ധനായി, കലാവിരോധിയായി, കുടുംബത്തിലെ ക്രൂരകൃത്യങ്ങൾ, ഇങ്ങനെ പല രീതിയിലും ചിത്രീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗാന്ധി ജീവിച്ച കാലത്ത് എന്ന പോലെ ഇന്നത്തെ കാലത്തും ഇനി വരാനുള്ള കാലത്തും ഇവിടെ മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലും വൻകരകളിലും രാജ്യങ്ങളിലുമൊക്കെ എവിടെവിടെ ഒരു മുതലാളിത്തവൽകൃതമായിട്ടുള്ള ഉൽപ്പന്ന വ്യവസായം അഭങ്കുരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, എവിടെവിടെ ഭരണകൂടങ്ങൾ അതിൻ്റെ മർദ്ദകമായിട്ടുള്ള നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ആധുനിക സമൂഹങ്ങളെല്ലാം പ്രസക്തമായിട്ടുള്ള യൂണിവേഴ്സലായിട്ടുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് ഗാന്ധിജിയുടെ ജീവിതത്തിലും രാഷ്ട്രീയ ദർശനത്തിലും സാമ്പത്തിക ദർശനത്തിലും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ വാങ്ങാതിരിക്കുക, നിങ്ങൾ സഹകരിക്കാതിരിക്കുക. ഏതിനെ വാങ്ങുക, ഇതാണ് ചർച്ചാ വിഷയം. ഏതിനെ വാങ്ങാതിരിക്കണം, ഏതിനോട് നിസ്സഹകരിക്കണം, ഈ രണ്ട് ചോദ്യങ്ങളെ വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലെയും സാമ്പത്തിക പ്രവർത്തനത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൂ. ഇത് ലോകത്തിന് പഠിപ്പിച്ചു. അത് വേണ്ടത്ര തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയം ഗാന്ധിജിയുടെ ചിന്തയിലും പ്രവർത്തനത്തിലും അന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ ഇന്ത്യയിലും ഒക്കെ നിലനിന്നുള്ളത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നല്ല പറഞ്ഞത്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള ആലോചനയാണ് ഗാന്ധിസത്തിൽ നിന്ന് ഇനി വരാനുള്ള ആളുകളും ഇന്നുള്ള ആളുകളും അടുത്ത തലമുറകളും ഒരു ചിന്തയുടെ പേടകം പോലെ അടുത്ത തലമുറയിലേക്കും അടുത്ത ഭാവിയിലേക്കും നാളെയിലേക്കും കൊണ്ടുപോകേണ്ടത് എന്നുള്ള എൻ്റെ ഒരു വിചാരം കൂടി ഇതുപോലുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള സദസ്സിൽ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സന്തോഷം ഈ പുസ്തകം ഏറ്റുവാങ്ങിക്കൊള്ളുന്നു. പ്രശസ്ത ചരിത്രകാരൻ ശ്രീ എം ഗംഗാധരൻ എഴുതിയ ഗാന്ധി ഒരു അന്വേഷണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് അടുത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തും വരെയുള്ള ഗാന്ധിജിയുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് ഗാന്ധി ഒരു അന്വേഷണം. ഗാന്ധിജിയുടെ വ്യക്തിജീവിതത്തെ അടുത്തറിയാൻ കഴിയുന്ന ഈ കൃതി ഗാന്ധിജിയുടെ ഋഷി പരിവേഷത്തിനപ്പുറത്തുള്ള മനുഷ്യ വ്യക്തിത്വത്തെ തുറന്നുകാട്ടുന്നു. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി നിരൂപകൻ ശ്രീ KS രവികുമാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീ P സുരേന്ദ്രനെയും ക്ഷണിക്കുന്നു. ശ്രീ KS രവികുമാറിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഇടശ്ശേരി ഗോവിന്ദൻ നായർ കവിത പോലെ തന്നെ മനോഹരമായ ഗദ്യലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗദ്യലേഖനങ്ങളുടെ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഒരു വാക്യം എഴുതിയിട്ടുണ്ട്: ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ കവിതയൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഗാന്ധിയെ സ്മരിക്കാതെ ഞാൻ ഒരു വരി പോലും കുറിച്ചിട്ടില്ല എന്ന്. ഗാന്ധിയെ നേരിട്ട് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് S. ഗോപാലകൃഷ്ണൻ്റേത് ഇവിടെ പ്രകാശിപ്പിച്ചത്. പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ മറ്റ് ലേഖനങ്ങൾ വായിക്കുമ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതിൽ ഗാന്ധി സ്മരണ സ്പന്ദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഗാന്ധിയിൽ നാം പ്രതീക്ഷിക്കുന്ന, നാം സങ്കല്പിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ബഹളങ്ങളുടെയും നടുക്ക് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഒരൊറ്റ ആത്മാവ് പോലെ ഒരു സമരഘട്ടത്തിലേക്ക് ഉണർത്തിയെടുത്ത ആളായിരിക്കെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ധ്യാനാത്മകമായ ഒരു ഏകാകിത്വം വഹിച്ചിരുന്ന ആളാണ്. ആ നിലയിലുള്ള ഏകാന്തമായ ഒരു ധ്യാനാത്മകത ഗോപാലകൃഷ്ണൻ്റെ ഗദ്യത്തിൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഇത്രമാത്രം. M. ഗംഗാധരൻ സാഹിത്യ നിരൂപകനായിട്ട്, ചരിത്രകാരനായിട്ട് ഒക്കെയാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ കൃതികൾ അധികവും, പ്രത്യേകിച്ച് ആദ്യകാലത്തെ രചനകളെല്ലാം തന്നെ മലയാളത്തിലെ ആധുനികതാവാദ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. കേരള കവിത എന്ന കവിതയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന മാസികയുടെ, അയ്യപ്പ പണിക്കർ സാറിൻ്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന മാസികയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു അദ്ദേഹം. കേരള കവിത ഗ്രന്ഥവരി എന്നൊരു പരമ്പരയിൽ ആധുനികതാവാദത്തോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം കൃതികൾ, കവിതകൾ കവിത എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പ്രധാന ചുമതലക്കാരനായിരുന്നു അദ്ദേഹം. പല സമാഹാരങ്ങൾക്കും അദ്ദേഹമാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു ബോധം, ഒരു ധാരണ കവിതയോട് ബന്ധപ്പെട്ട പൊതുധാരയിൽ നിന്ന് അല്പം ഇടറി നിൽക്കുന്ന ഒരു ഭാവുകത്വം പുലർത്തുന്ന ഒരാൾ എന്നാണ്. ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിൻ്റെയും സ്വഭാവം അതുതന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം മഹാത്മജി, ഗാന്ധിജി എന്നൊക്കെയാണ് ഗാന്ധിയെക്കുറിച്ച് പരാമർശിച്ചത്. KC നാരായണൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഗാന്ധി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗോപാലകൃഷ്ണന്റെ പുസ്തകത്തിലാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ഗാന്ധിജി എന്ന് പറയുന്നുണ്ടെങ്കിലും അധികം ഇടങ്ങളിലും ഗാന്ധി എന്നാണ് പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക പരിസരത്ത് നിന്ന് ഗാന്ധി തിരോധാനം ചെയ്തിട്ട് 65 വർഷമായിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം മഹാത്മാവിൽ നിന്ന് ഗാന്ധിജിയിൽ നിന്ന് ഗാന്ധിയിലേക്കുള്ള വളർച്ചയാണ്. ആ കാലം, അദ്ദേഹം ജീവിച്ചിരുന്ന കാലം, ഗാന്ധി യുഗം എന്ന് പറയുന്ന, അടൂർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ ജീവിതം തുടങ്ങിയ കാലം, ഒരുപക്ഷെ അദ്ദേഹം ഒഴിച്ചിവിടെ ഉള്ളവരെല്ലാം ഗാന്ധി യുഗത്തിന് ശേഷം ഉള്ള ആളുകളായിരിക്കും. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയോടുള്ള ഭക്തി വളരെയധികം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഒരു ഈശ്വര സങ്കല്പം പോലെ അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന ഒരു വലിയ ജനസമൂഹം ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ന് ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആരാധകന്മാരാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ ബാധ്യത. സമൂഹത്തിൽ പ്രഖ്യാപിത ഗാന്ധിയന്മാർ പലരുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തിനെ പുറംപോളയിൽ ആരാധിക്കുന്നവരാണ്, ഭക്തിപൂർവ്വം പിന്തുടരുന്നവരാണ്. അങ്ങനെ അല്ലാതെ ഗാന്ധിയെ കാണുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത. കാണുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന കാലടി സംസ്കൃത സർവകലാശാലയിൽ ഞങ്ങളുടെ തന്നെ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സുകുമാർ അഴീക്കോടിന്റെ പേരിലുള്ള ഒരു മെമ്മോറിയൽ ലെക്ചർ, ഒരു സ്മാരക പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം നിർവഹിക്കാനെത്തിയത് രാമചന്ദ്ര ഗുഹയായിരുന്നു. അദ്ദേഹം ഒരു കുറച്ചൊക്കെ ജനപ്രിയ വഴിയിലാണെങ്കിലും ഗാന്ധിയെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുമൊക്കെ കാര്യമായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നിർദ്ദേശിച്ച വിഷയം, അവിടെ പ്രഭാഷണം നിർവഹിച്ചത് ഗാന്ധിയും അംബേദ്കറും യോജിപ്പിന്റെ ഇടങ്ങൾ എന്നുള്ളതായിരുന്നു. ആ പ്രഭാഷണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ വളരെ നിശിതമായ ചോദ്യങ്ങളെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്തിനാണ് ഈ 2 വഴിക്ക് പോകുന്ന ആളുകളെ യോജിപ്പിന്റെ ഇടങ്ങൾ രണ്ടുപേരിലുമായിട്ട് കണ്ടെത്തേണ്ടതിൻ്റെ എന്ത് ആവശ്യമാണ് എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗാന്ധിയെ കാണുന്ന വളരെ വിപുലമായ ഒരു ബൗദ്ധികാന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും അത് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റമാണ്. പക്ഷെ അപ്പോഴും ഗാന്ധിയുടെ സത്ത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് തിരിച്ചറിയുന്ന ഒരു പുസ്തകമാണ്
എം ഗംഗാധരൻ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം മഹാത്മാവിൽ നിന്ന്, ഗാന്ധിജിയിൽ നിന്ന് ആ ബഹുമാന്യതയുടെയും ഭക്തിയുടെയും ആവരണങ്ങൾ കൊഴിച്ചു കളഞ്ഞിട്ട് ഗാന്ധിയിലേക്ക് എത്തുകയാണ്. ഗാന്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ പലതും ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിലെ പലതരത്തിലുള്ള സവിശേഷ വ്യക്തിത്വാംശങ്ങളെയും അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ്. ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ പ്രചോദക ശക്തിയായിരുന്ന, അന്തരീക്ഷ സൃഷ്ടാവായിരുന്ന ഗാന്ധി വ്യക്തി എന്നുള്ള നിലയിൽ ഒട്ടും ജനാധിപത്യമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം കുടുംബത്തിൽ തൻ്റെ മക്കളോട്, ഭാര്യയോട്, തന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരോട് ഒക്കെ തന്നെ ഏകാധിപത്യത്തിൻ്റെ സ്വരത്തിൽ തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താൻ വ്യഗ്രതപ്പെട്ടിരുന്നത്. ആ തരത്തിലുള്ള പ്രവർത്തനത്തിന് ഒരു ന്യായീകരണം അദ്ദേഹത്തിന്റെ പക്ഷത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബോധ്യമുള്ളത് പ്രവർത്തിക്കുക, ആ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക, ആ ചിന്തിക്കുന്നതിനെ പറ്റി പ്രവൃത്തിയും ചിന്തയും ബന്ധിപ്പിച്ച് സംസാരിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും കാതലായ വശം എന്ന്, അത് ചെറുപ്പത്തിൽ തന്നെ രൂപപ്പെട്ടു തുടങ്ങി എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് എം ഗംഗാധരൻ ഈ പുസ്തകം എഴുതി തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ നമ്മുടെ പൊതുബോധത്തിൽ അധികമൊന്നും പതിഞ്ഞിട്ടില്ലാത്ത ദക്ഷിണാഫ്രിക്കയിലെ ജീവിതകാലം വരെയുള്ള സംഭവങ്ങളെ ഈ തരത്തിലുള്ള ബാഹ്യമായ ഭക്തിയുടെയും ആദരവിൻ്റെയും ഐതിഹ്യവൽക്കരണത്തിൻ്റെയുമായ ബാഹ്യാവരണങ്ങൾ കൊഴിച്ചു കളഞ്ഞ് ചരിത്രകാരന്റെ സൂക്ഷ്മമായ ശ്രദ്ധയോടെ വസ്തുതകൾ സമാഹരിച്ച് അപഗ്രഥിച്ച് അതേസമയത്ത് തന്നെ ഒരു ജീവചരിത്ര രചനയുടേതായ സ്വാഭാവിക ഭംഗി, സ്വാഭാവികമായ ഒരു ആഖ്യാന പടുത പുലർത്തിക്കൊണ്ട് എഴുതിയിരിക്കുകയാണ് ഈ പുസ്തകം. ഇതിന് ശേഷമുള്ള അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയാവുന്ന തുടർന്നുള്ള ഇന്ത്യയിലെ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഭാഗം തൊട്ടു പിന്നാലെ പുറത്തു വരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും മലയാളത്തിൽ ഗാന്ധി പ്രഭാവം സാഹിത്യം പൊതുവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗാന്ധിയുടെ പ്രഭാവം മലയാള സാഹിത്യത്തിൽ വളരെ കുറവാണ്. നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തെ പ്രചോദിപ്പിച്ചതിൽ മാർക്സിയൻ ആശയങ്ങൾക്കോ സാമൂഹ്യ പരിവർത്തനങ്ങളോട് ബന്ധപ്പെട്ട ചിന്തകൾക്കോ ഉള്ള ഒരു പ്രാധാന്യം ഗാന്ധിയൻ ആശയങ്ങൾക്കോ ഗാന്ധിജി എന്ന വ്യക്തിക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെയും ആ രംഗത്ത് ചില സവിശേഷ ശ്രമങ്ങൾ ഉണ്ടായത് ഈ സമീപകാലത്താണ്. ഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെ നേരത്തെ ഇവിടെ പരാമർശിച്ച മൂത്ത മകൻ ഹരിലാൽ ഗാന്ധിയുടെയും ബന്ധത്തെ വിശകലനം ചെയ്യുന്ന ഓം ശാന്തി ശാന്തി എന്നൊരു നോവൽ ഏതാനും വർഷത്തിന് മുമ്പ് മാടമ്പ് കുഞ്ഞുകുട്ടൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ വന്ദേ മാതരം എന്നൊരു നോവൽ ഗാന്ധിയെ വിശകലനാത്മകമായിട്ട് വിമർശനാത്മകമായിട്ട് പരിശോധിക്കുന്ന ഒരു നോവൽ ഈ വാസു എഴുതിയിട്ടുണ്ട്. വള്ളത്തോളും മറ്റും എൻ്റെ ഗുരുനാഥനായിട്ട് പരിഗണിക്കുകയും ആ കാലഘട്ടത്തിലെ കവികൾ പലരും ഗാന്ധിയെക്കുറിച്ച് എഴുതുകയും ചെയ്തെങ്കിലും എന്താണ് ഗാന്ധി എന്നുള്ളത് വേണ്ടവണ്ണം മലയാളത്തിൻ്റെ സാഹിതീയമായ അടിസ്ഥാന ഗുണത്തിലേക്ക് ലയിപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ള രചനകൾ ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇടശ്ശേരിയെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് അദ്ദേഹം ഞാൻ ഈ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ഗാന്ധിയെ സ്മരിക്കാതെ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ ഒരു മറുവശം ചിത്രീകരിക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ച്, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച്, മതം, ജാതി തുടങ്ങിയ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പൊതുജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള ഏതൊക്കെയോ ഒരു അംശത്തിൽ ഗാന്ധിജിയെ ചെന്ന് സ്പർശിക്കുന്ന ചില ധാരണകൾ, ചില ചിന്താധാരകൾ ആ കാലത്തെ രചനകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരർത്ഥത്തിൽ ആരും പറയാതെ പ്രത്യക്ഷ പരാമർശങ്ങളൊന്നുമില്ലാതെ ഗാന്ധി
നമ്മുടെ സാഹിത്യരചനകളിലേക്കും നമ്മുടെ സൂക്ഷ്മമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും കടന്നു വരുന്നുണ്ട്. ഇന്ന് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ആർത്തി ആണ്, അതിൻ്റെ സംസ്കാരമാണ്. എല്ലാം സ്വന്തമാക്കാൻ, വേണ്ടതും വേണ്ടാത്തതും സ്വന്തമാക്കാൻ, അതിൻ്റെ എല്ലാം മുകളിൽ തലമുറകൾക്ക് എത്ര തലമുറകൾ ഉപഭോഗിച്ചാലും തീരാത്തതെല്ലാം സ്വന്തമാക്കി വെക്കാനുള്ള വലിയ വ്യഗ്രതയിലാണ്. സമൂഹത്തിന്റെ പൊതു സ്വഭാവം അതാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന വളരെ ചെറിയ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ മണ്ണ്, നമ്മുടെ വെള്ളം, നമ്മുടെ വായു, നമുക്ക് ധൈര്യമായിട്ട് തെരുവിൽ കൂടി നടന്നു പോകാൻ കഴിയാത്ത വിധം നമ്മുടെ സമൂഹം മാഫിയാവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗാന്ധിയൻ ദർശനങ്ങളുടെയും ഗാന്ധിയൻ ജീവിത രീതിയുടെയും ഒക്കെ പ്രചരണത്തിന് വേണ്ടിയും ആ തരത്തിലുള്ള ഒരു വികസന സങ്കല്പം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു കാർഷിക സർവകലാശാലയാണ്. ഇപ്പോൾ കേളപ്പജിയുടെ സ്വപ്നത്തിൽ നിന്നാണ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പിറവിയെടുക്കുന്നത്. അവിടെയായിരുന്നു ഗംഗാധരൻ മാഷ് ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അദ്ദേഹം കോളേജിൽ ചരിത്രാധ്യാപകനായി മാറുന്നത്. പക്ഷേ ഗംഗാധരൻ മാഷെ ഒരു ചരിത്രാധ്യാപകൻ എന്ന നിലയിലായിരുന്നില്ല ഞങ്ങൾ കണ്ടത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു കവിത എഴുതി വെള്ളത്തോൾ സാഹിത്യവേദിയുടെ ഒരു കവിതാ ക്യാമ്പിൽ തവനൂരിലെ ഇന്നത്തെ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടങ്ങുന്ന സ്ഥാപനത്തിലുള്ള ഒരു കെട്ടിടത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ഈ കവിത അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അവിടെ തൊട്ടാണ് മാഷുമായിട്ടുള്ള എൻ്റെ സൗഹൃദം ആരംഭിക്കുന്നത്. അക്കാലം ആധുനിക കാവ്യദർശനങ്ങളെ, കലാദർശനങ്ങളെയൊക്കെ തന്നെ ആഴത്തിൽ അറിയുന്ന ഒരു സാഹിത്യ നിരൂപകൻ, പ്രത്യേകിച്ചും കവിതാ നിരൂപകൻ എന്ന നിലയിലൊക്കെയായിരുന്നു ഗംഗാധരൻ മാഷ്. അന്ന് ഞങ്ങളൊക്കെ ഗംഗാധരൻ മാഷ് അറിഞ്ഞിരുന്നു. ഇപ്പോഴും ഓർക്കുന്നത് CP വത്സൻ എന്ന് പറയുന്ന കവിയുടെ പരപ്പനാടൻ കുറിപ്പുകൾ എന്ന് പറയുന്ന കവിത പരപ്പനങ്ങാടിയിൽ നിന്ന് വർഷത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്നത് സൗനീറിൽ അച്ചടിച്ച് വന്ന ഈ കവിത ഈ ക്യാമ്പിൽ വെച്ച് ഗംഗാധരൻ മാഷ് വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നീട് ഈ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പേജ് മാഷെടുത്ത് മേടിക്കുകയും വളരെ കാലം ഞാനത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. ഗാന്ധിജിയോട് അന്ന് തന്നെ വല്ലാത്തൊരു ഇഷ്ടം ഗംഗാധരൻ മാഷ് സൂക്ഷിച്ചിരുന്നതായിട്ട് അറിയാം. അത് ഖാദി അണിഞ്ഞു അല്ലെങ്കിൽ ഖാദി വസ്ത്രം മാത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് എന്നുകൊണ്ടത് മാത്രമൊന്നായിരുന്നില്ല. അങ്ങനെയുണ്ട് ധാരാളം. ഗാന്ധിജി കേവലം വേഷമായിട്ട് വരുന്ന ഗാന്ധിയുണ്ട്, ധാരാളമുണ്ട്. ആത്മാവിലേത് പക്ഷേ അത് ഗാന്ധി കടന്നു വരാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ഒരു വേഷത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും എനിക്കുണ്ട് എൻ്റെ കൗമാരകാലത്ത്. അത് മൈസൂരിൽ ഞാൻ 2 വർഷക്കാലം ഒരു മദ്യശാലയിൽ ചെറിയ ജോലിക്കാരനായിട്ട് മൈസൂരിൽ കഴിയുമ്പോൾ അവിടെ ദസറ വന്നു കഴിഞ്ഞാൽ ദസറയിലെ അവസാനത്തെ ഒരു ഘോഷയാത്രയുണ്ട്. 2 ഒക്ടോബർ മാസങ്ങളിൽ ഞാൻ പൂജാകാലത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിൽ പലതരത്തിലുള്ള വേഷങ്ങൾ വരും. പുൽക്കാലിൽ വരുന്ന ആളുകളുണ്ടാവും, പലതരത്തിലുള്ള യക്ഷഗാനത്തിൻ്റെ വേഷങ്ങളുണ്ടാവും. അങ്ങനെയുള്ള വേഷങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വേഷമായിരുന്നു ഒരു ഗാന്ധി വേഷം. അതിങ്ങനെ കടന്നു പോകും. ആ ഗാന്ധി വേഷം കെട്ടിയ ആള് പിന്നീട് ഈ ദസറയുടെ ഘോഷയാത്ര ഏതാണ്ട് 6 മണിയോ 7 മണിക്കോ മുമ്പൊക്കെ ആയിട്ട് ഈ ഘോഷയാത്ര അവസാനിക്കും. 2 വർഷവും അതേ ദിവസം എൻ്റെ മദ്യശാലയിൽ മദ്യപിക്കാനായിട്ട് വന്നത് എൻ്റെ ഒരു ഓർമ്മയായിട്ട് എപ്പോഴും എനിക്കുണ്ട്. അന്ന് എനിക്ക് കന്നഡ അത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് അയാളുമായിട്ട് പരിചയപ്പെടുവാനോ അദ്ദേഹത്തോട് ഈ ഗാന്ധി ഈ വേഷത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുവാനോ ഒന്നുമുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. കാരണം ഇന്നും അങ്ങനത്തരത്തിലുള്ള ധാരാളം വേഷങ്ങളുണ്ട്. കുട്ടികളുടെ ഒരു വീക്ഷണത്തിലുള്ള ഗാന്ധിയൻ വീക്ഷണം അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ജയൻ അല്പം സ്വഭാവികമായ രീതിയിലാണ് ചില സീനുകളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പിന്നെ ഗാന്ധിജിക്ക് ചെരുപ്പുമാല ഇടുന്ന ഒരു സീന് അതിനകത്ത് കടന്നു വന്നതും അത് വലിയ വിവാദമായിട്ട് മാറുകയൊക്കെ സാധിച്ചിരിക്കുകയാണ്. ഞാനതിനോട് ആദ്യമേ തന്നെ ഞാനത് അംഗീകരിച്ചിരുന്നില്ല. ജയനോട് ഞാൻ പറഞ്ഞത് ആ സിനിമയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു ഗാന്ധിയനുണ്ട്,
അയാൾ വേണമെങ്കിൽ ചെരുപ്പുമാലയിട്ട് സ്വീകരിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. ചെരുപ്പുമാലയിട്ട് സ്വീകരിക്കാവുന്ന ധാരാളം ഗാന്ധിയന്മാർ, ഗാന്ധി വേഷധാരികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ അത് എനിക്ക് അങ്ങനെയല്ലാതെ ഗാന്ധി എന്ന് പറയുന്നത് അങ്ങനെ ചെരുപ്പുമാലയിടുന്ന ഒരു വ്യക്തിത്വമായി സ്വീകരിക്കാനുള്ള എൻ്റെ പ്രയാസമൊക്കെ ഞാൻ അപ്പോൾ തന്നെ ഞാൻ ജയനോട് പറയുകയും ചെയ്തു. പറഞ്ഞത് ദളിതുകൾ വളരെ രൂക്ഷമായി വേറിട്ട ചില ഗാന്ധി വായനകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കെ.സി. നാരായണൻ അതിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ സംസാരിക്കുകയും ചെയ്തതാണ്. ഇപ്പം മിസ്റ്റർ ഗാന്ധിയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ വളരെ ക്ഷോഭിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുന്നുണ്ട്. അതിന് കാരണമുണ്ട് കേട്ടോ. ആ കാലഘട്ടത്തിൽ അതിന് കാരണമുണ്ട്. അത് ദളിതുകളുടെ പരിപൂർണമായും അത് ദളിത് വായനകളെ നിരാകരിക്കേണ്ട കാര്യമില്ല. നേരത്തെ രവികുമാർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പരിവേഷത്തെ ഇല്ലാതെയാക്കാം. ഗാന്ധി എന്ന് തന്നെ പറയാം, ഗാന്ധിജി എന്ന് പറയുന്നത് ഗാന്ധി എന്ന് തന്നെ പറയാം. ഈ പരിവേഷത്തെ ഇല്ലാതെയാക്കാം. ഗുജറാത്ത് തന്നെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. 60കളിൽ അശരണരായി കലാപ പ്രദേശങ്ങളിൽ നിന്ന്, വർഗീയ കലാപ പ്രദേശങ്ങളിൽ നിന്ന് അശരണരായി ഓടി വരുന്ന മനുഷ്യർക്ക് മുമ്പിൽ എല്ലായ്പ്പോഴും തുറന്നു വെച്ചിരുന്ന സബർമതിയുടെ വാതിലുകൾ ഗുജറാത്തിലെ കലാപവേളയിൽ അടഞ്ഞു കിടന്നു എന്നൊരു സത്യത്തിലേക്ക് നമ്മൾ എത്തുക തന്നെ വേണം. കാരണം ഗാന്ധിജിയുടെ ഭാരതം മോഡിയുടെ ഭാരതമായി മാറുകയാണോ എന്ന ഒരു ഭയം പൊതുവേ തന്നെ ഇന്ത്യയിൽ ബുദ്ധിജീവിയിലും സമൂഹ ശാസ്ത്രത്തിലും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗാന്ധിജിക്ക് തീർച്ചയായിട്ടും കെ.സി. നാരായണൻ പറഞ്ഞ തരത്തിലുള്ള ഒരു വിശുദ്ധവാദം ഉണ്ടായിരുന്നു. വിശുദ്ധവാദം തങ്ങൾ പരിപൂർണമായിട്ട് നിരയില്ല. വിശുദ്ധവാദമാണ് ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് ഒരുപക്ഷെ കർക്കശമായ രീതിയിൽ ആഭിമുഖ്യം പുലർത്താൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം വിശുദ്ധവാദമാണ്. ആധുനികാനന്തര കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വിശുദ്ധവാദങ്ങളെയും തള്ളിക്കളയുന്നുണ്ട്. കിം ലെവിനെ പോലുള്ള കലാചിന്തകർ പോസ്റ്റ് മോഡേണിസം ഈസ് ഇംപ്യൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വാദിക്കുന്നത് ഈ തരത്തിലുള്ള എല്ലാ വിശുദ്ധവാദങ്ങളെയും നിരാകരിക്കുന്നതാണ് ആധുനികാനന്തര ദർശനം എന്ന രീതിയിലാണ്. എന്നാൽ പുതിയ ആധുനികാനന്തര കാലഘട്ടത്തിൽ ഒരു ഗാന്ധി വായനയും സാധ്യമാകും. അഹമ്മദാബാദിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു പ്രദർശനത്തിൽ പുതിയ കാലഘട്ടത്തിലെ ഗാന്ധി എന്ന് പറയുന്ന ഒരാശയം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രദർശനത്തിൽ ഒരു ശില്പി അവതരിപ്പിച്ച ശില്പം ചുവന്ന നിറത്തിലുള്ള ഒരു ഗാന്ധിയാണ്. ആ ചുവന്ന എന്നുള്ളത് വളരെ അടിയിലോട്ട് പറയേണ്ട കാര്യം. ചുവന്ന നിറത്തിലുള്ള ഒരു ഗാന്ധിയാണ്. ഫൈബർ ഗ്ലാസ് ആണ് മാധ്യമം. ആ ഗാന്ധി മടിയിൽ വെച്ചിരിക്കുന്നത് ലാപ്ടോപ്പാണ്, ചർക്കയല്ല എന്നതാണ്. ഇങ്ങനെ വളരെ നൂതനങ്ങളായ ആശയങ്ങൾ വയ്ക്കാം. ഇപ്പൊ ഗാന്ധി യന്ത്ര സംസ്കൃതിയോട് കുതിർ നിന്നയാളായിരുന്നു എന്നാണ് ആ മഹാകവി അക്കിത്തം എന്നോട് പറഞ്ഞത്. അക്കിത്തത്തിന് ഗാന്ധിജിയോടുള്ള ഒരു വിയോജിപ്പതായിരുന്നു എന്നും ഗാന്ധിയോട് ആഭിമുഖ്യമുള്ള അക്കിത്തം തന്നെ ഗാന്ധിജിയെ വിയോജിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കൂടിയാണ് എന്നൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതിൽ പറഞ്ഞൊരു കാര്യം യന്ത്രവും കലയാണ്. അപ്പം അതുകൊണ്ട് അതിനോട് ഇങ്ങനെ പരിപൂർണമായും നിഷേധാത്മകമായ സമീപനം കൈക്കൊള്ളേണ്ടതില്ല. യന്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള മനോഹാരിതയുണ്ട്, യന്ത്രവും അതിൻ്റെതായ ധർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. യന്ത്രത്തിൻ്റെ മനോഹാരിത തിരിച്ചറിയുന്നതുകൊണ്ടാണ് മാർഷൽ ഡുഷാം അതിമനോഹരങ്ങളായിട്ടുള്ള പല ശില്പങ്ങളും യന്ത്രത്തെ അധിഷ്ഠിതമാക്കി അദ്ദേഹം ഉണ്ടാക്കിയതും അതൊക്കെ തന്നെയാണ്. ഈ രീതിയിൽ വളരെ വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള പാരായണങ്ങൾ ഉണ്ടാവാം. ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഗാന്ധിജിയെയും അംബേദ്കറെയും തമ്മിലുള്ള സമന്വയത്തിന്റെ സാധ്യത എനിക്ക് രവികുമാർ പറഞ്ഞപ്പോൾ രാമേന്ദ്ര ഗുഹ അങ്ങനെ പ്രഭാഷണം നടത്തിയപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുത്ത കാര്യം രവികുമാർ സൂചിപ്പിച്ചല്ലോ. ഇത്രയൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ എനിക്കറിയാം. രാമേന്ദ്ര ഗുഹയെ പോലെ വലിയ ചിന്തകനൊന്നും ആയിട്ട് ആരും തന്നെ ഗണിച്ചിട്ടില്ലാത്ത കിഴക്കൻ ഏറനാട്ടിലെ ഒരു സാധാരണ കർഷക തൊഴിലാളിയായിട്ട് ജീവിക്കുകയും ഏറെക്കാലം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുകയും പിന്നീട് ദളിത് രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ചെയ്യുന്ന കേവലം 4ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയ എളായി ചൂലൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെനിക്കറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയാളുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ചൂലനെ കണ്ടപ്പോൾ അത് നിലമ്പൂർ കുഞ്ഞാലിയുടെ തട്ടകമാണത്. നിലമ്പൂർ കുഞ്ഞാലിയെക്കുറിച്ചുള്ള ചില അന്വേഷണങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ യാത്ര ചെയ്തപ്പോഴാണ് ഞാൻ ചൂലിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കുടിൽ അതിൽ കേരള എസ്റ്റേറ്റിൽ നിന്ന് പതിച്ചു കിട്ടിയ ഭൂമിയിൽ അദ്ദേഹം വെച്ച ചെറിയ വീട്ടിൻ്റെ ഉമ്മറത്ത് തൂക്കിയിട്ടുള്ള 2 ചിത്രങ്ങൾ, ഒന്ന് ഗാന്ധിജിയുടെയും ഒന്ന് അംബേദ്കറിൻ്റെതുമായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഒരു സാധ്യതയായി ഈ 2 ചിത്രങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കാമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അംബേദ്കർ തന്നെ
പുതിയ കാലഘട്ടത്തിൽ പുതിയ പുതിയ വായനകൾ അംബേദ്കറെ കുറിച്ച് തന്നെ വന്നിട്ടുണ്ട്. ഔട്ട്ലുക്ക് വാരിക ഒരു സർവേയെ കുറിച്ച് അവർ പറയുന്നുണ്ട്. 1990-കൾക്ക് ശേഷം നടത്തിയിട്ടുള്ള ചില സർവേകൾ വന്നപ്പോൾ അംബേദ്കർ വളരെ പിന്നിലായി. പക്ഷെ 2000-ന് ശേഷം വന്നിട്ടുള്ള പല സർവേകളിലും അംബേദ്കർ ഗാന്ധിജിക്ക് സമശീർഷനായി തുല്യനായി തന്നെ ഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അത് പുതിയ ഒരു വായനയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ അവർക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഗാന്ധിയെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത്. അവർ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഭൂപരിഷ്കരണ ബില്ലിനെ തന്നെയും കേരളത്തിലെ ദളിതുകൾ ചോദ്യം ചെയ്തതാണ് ചെങ്ങറയിലെ സമരഭൂമിയിൽ നമ്മൾ കണ്ടത്. ലാഹ ഗോപാലിനെ പോലുള്ള ദളിത് ആക്ടിവിസ്റ്റുകൾ അതിരൂക്ഷമായിട്ടാണ് ഈ ഭൂപരിഷ്കരണ ബില്ല് എന്ന് പറയുന്നത് ഞങ്ങളെ ചതിക്കാൻ, ഞങ്ങൾ ദളിത് വർഗത്തെ ചതിക്കാനുള്ളതാണ് എന്ന് പറയുന്നു. കല്യാൺ പൂക്കുടൻ എന്ന് പറയുന്നയാൾ വളരെ വർഷങ്ങളാളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നതിന് ശേഷം കല്യാൺ പൂക്കുടൻ അതിനോട് കലഹിച്ചു പോവുകയാണ്. പുതിയൊരു കാലഘട്ടത്തിൽ പുതിയൊരു ദളിത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മറ്റാരും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട, അത് ഞങ്ങൾ തന്നെ സംസാരിച്ചുകൊള്ളാം എന്ന് തീരുമാനിക്കുകയാണ്. അവിടെ വെച്ചാണ് അവർക്ക് ഗാന്ധിയൻ ആദർശങ്ങളിൽ അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾ ഈ തരത്തിലുള്ള തൊട്ടികളുടെ അല്ലെങ്കിൽ താഴെത്തട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അത് ചില നാട്യമാണ് എന്ന് അവർ നിഷേധിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഞാൻ നല്ലൊരു അനുഭവം ഓർക്കുന്നു. അത് നന്ദൂർബാറിലുള്ള പീൽ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ള കവി വാറു സോനാവാനി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, മറാഠിയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത്, അദ്ദേഹം നർമ്മദ സമരഭൂമിയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വാറു സോനാവാനെ അടങ്ങുന്ന ഒരു സംഘമാണ് മേധാ പട്കറെ ഈ സമരഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് പോലും. നർമ്മദ ബച്ചാവോ ആന്തോളന്റെ ആദ്യകാല പ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു വാറു സോനാവാനെ. പക്ഷെ പിൽക്കാലം വാറു സോനാവാനെ അതൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ ഈ ഗ്രാമത്തിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങുകയാണ്. അദ്ദേഹം ആദിവാസികളുടെ ഒരു സംഘമുണ്ടാക്കി നന്ദൂർബാറിലെ ആദിവാസികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുക. ഇപ്പോൾ അദ്ദേഹം സജീവമല്ല. അദ്ദേഹം ഈ വിയോജിപ്പ് മേധ അടക്കമുള്ള ആളുകളോടുള്ള തൻ്റെ വിയോജിപ്പ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കവിതയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ കവിതയിൽ പറയുന്ന ഏതാണ്ട് ആശയം ഇത്രയേ ഉള്ളൂ: ഞങ്ങളുടെ ദുരിതങ്ങളെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ ഉയരത്തിലുള്ള സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് തന്നെ സംസാരിക്കുന്നു. ഞങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നു. അതേക്കുറിച്ച് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇരിക്കൂ ഇരിക്കൂ എന്ന് നിങ്ങൾ പറയുന്നു എന്ന ഒരർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്ന ഈ ചെറിയ കവിത കടന്നു വരുന്നത്. അങ്ങനെ അവർ പരിപൂർണമായും അതിനെ നിരാകരിച്ചുകൊണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സംസാരിച്ചുകൊള്ളാം, നിങ്ങൾ ആവശ്യമില്ല, ഉപരിവർഗത്തിൽപ്പെട്ട ആളുകളുടെ ആവശ്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾ ദളിതുകളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ ഏറ്റെടുത്ത് പോരാടിക്കൊണ്ട് സംസാരിച്ചുകൊള്ളാം എന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാരണം. ഒന്നാമത്, പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും ചെയ്യുന്ന രണ്ട് ബിംബങ്ങൾ മഹാത്മാഗാന്ധിയും ബുദ്ധനുമാണ്. ബുദ്ധനും ഗാന്ധിയും തമ്മിലുള്ള സമന്വയത്തിന്റെ ഒരുപാട് പഠനങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ബുദ്ധ പ്രതിമാ ശില്പത്തെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേര് ദ വേ ഓഫ് ബുദ്ധ എന്നാണ്. അത് ബുദ്ധ പ്രതിമാ ശില്പത്തിന്റെ കാലം കൊണ്ടുണ്ടായിട്ടുള്ള അതിലെ രൂപപരിണാമങ്ങളെ കുറിച്ചുള്ളതാണ് ആ പുസ്തകം. അതിലെ അവസാനത്തെ ബിംബം, ബുദ്ധബിംബം മഹാത്മാഗാന്ധിയാണ് എന്ന് കൂടിയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഒരു ബുദ്ധബിംബം എന്ന നിലയിൽ മഹാത്മാഗാന്ധി അവതരിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ കുറേ വർഷമായി വൃദ്ധനായ ഒരു ഗാന്ധിജിയെയാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സർവോദയമേള എന്ന ഒരു ആരോപണം അവിടെയുള്ള തന്നെ ചെറുപ്പക്കാർക്കിടയിലുണ്ട്. ഗംഗാധര മാഷ് ആധുനിക കലാദർശനങ്ങളിലൊക്കെ തന്നെ വലിയ അറിവുകളുണ്ടായിരുന്ന ഗംഗാധര മാഷ് ആധുനിക കവിതയെക്കുറിച്ചുള്ള ഒട്ടനേകം സൈദ്ധാന്തിക വിചാരങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഒരു ചരിത്രകാരൻ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പുതിയ കാലഘട്ടത്തിലെ ഗാന്ധിയൻ വായനയുടെ അടിസ്ഥാനത്തിലുള്ള സെമിനാറുകളിലോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സർവോദയ മേളയുടെ ഭാഗമായി തവനൂരിൽ നടക്കുന്നുമില്ല എന്നാണ്. അങ്ങനെ ഉണ്ടാവും. ഗാന്ധിജി എന്ന് പറയുന്ന നിത്യമായ ഒരു വാർദ്ധക്യത്തിന്റെ, അങ്ങനെയാണ് നിത്യവാർദ്ധക്യത്തിന്റെ പ്രതീകമായി മഹാത്മാഗാന്ധി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഗാന്ധിജി പ്രത്യേകിച്ചും നമ്മുടെ കാലഘട്ടത്തിലുള്ള മുതലാളിത്തത്തോട് ഏറ്റവും ആഴത്തിൽ കലഹിക്കുന്ന ചെറുപ്പത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ മഹാത്മാഗാന്ധിയെ കാണുന്നത്. കാരണം വേണ്ട എന്ന് പറയാൻ മുമ്പിൽ ഇത്രയേറെ സമൃദ്ധമായി വിഭവങ്ങൾ, ഉപഭോഗത്തിനുള്ള അനേകങ്ങളായ സാധനങ്ങളൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കെ, വിശപ്പ് ഉണ്ടായിരിക്കെ തന്നെ
വേണ്ട എന്ന് പറയുന്നിടത്താണ് ചെറുപ്പമുണ്ടാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗാന്ധിജിയെ പുതിയ കാലഘട്ടത്തിൽ പുതിയ പുതിയ വായനകൾക്ക്, അതാണ് ഒരു സമസ്യയായി ഗാന്ധിജി നിലനിൽക്കുന്നത് കൊണ്ടുകൂടി തന്നെയാണ് ഗാന്ധിജിയെക്കുറിച്ച് ഇത്രയേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വായനകൾ ഉണ്ടാകുന്നത്. അത് ഗോപാലകൃഷ്ണനെ പോലുള്ള വളരെ പുതിയ കാലഘട്ടത്തിൽ, പക്ഷേ ഗാന്ധിയൻ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ പിറന്ന ഗോപാലകൃഷ്ണനെ പോലുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹം തൻ്റെതായിട്ടുള്ള വായന അവതരിപ്പിക്കുന്നു. മാഷ് ഗാന്ധിയൻ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്, പക്ഷെ അതിൻ്റെ വെളിച്ചങ്ങളിലൂടെ തന്നെയാണ് തൻ്റെ കൗമാരകാലം കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹവും പക്ഷേ ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഗാന്ധിജിയാണ് ഒരു 2 വോള്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വായനകൾക്ക്, പുതിയ പുതിയ കാലഘട്ടത്തിലെ പുതിയ പുതിയ വായനകൾക്ക് സാധ്യത തരുന്ന ഈ 2 പുസ്തകവും പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ, അതും ഗാന്ധി ജയന്തി ദിനത്തിൽ ഇവിടെ നിൽക്കുന്നത് ഒരു വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നു. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രമിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഗാന്ധി ഒരു അർത്ഥനഗ്ന വായന എന്ന പുസ്തകത്തിന്റെ കർത്താവ് ശ്രീ എസ് ഗോപാലകൃഷ്ണനെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ വളരെ വൈകിയ വേളയിൽ കൂടുതൽ സമയം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കണമെന്ന് എനിക്കില്ല. ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാവുകയും, ഇത് ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകമായതുകൊണ്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ സന്നിഹിതനാകുകയും ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും, ഞാൻ ഗാന്ധിയെക്കുറിച്ച് എഴുതിയ എല്ലാ ലേഖനങ്ങളും ഏറ്റവും ആദ്യം ഇത് പ്രസിദ്ധീകരിച്ചു വന്ന വാരികയുടെ പത്രാധിപർ എന്ന നിലയിൽ ഏറ്റവും ആദ്യം കർക്കശമായി വായിച്ചിട്ടുള്ള ശ്രീ കെ സി നാരായണനും ഇവിടെ വന്നതിനുള്ള അകൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ വന്ന ബാക്കി സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരോടും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച DC ബുക്സിനോടുമുള്ള നന്ദി. ഞാൻ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു ചെറിയ അധ്യായം മാത്രം ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ഇത് ചരിത്രം ചെരുപ്പുകളുടെ അളവെടുക്കുന്നത് എങ്ങനെ. ചെരുപ്പുകൾക്ക് പാദരക്ഷ എന്ന ഉപയോഗം മാത്രമല്ല, മറ്റു ചിലതുകൂടി ഉണ്ടെന്ന് മനുഷ്യരാശിയോട് പറഞ്ഞവർ നിരവധിയാണ്. ഉറുമ്പ് മുതൽ ആന വരെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും പാദരക്ഷ എന്നത് സ്വന്തം ജീവിതശൈലിയാകുമ്പോൾ മനുഷ്യനാണ് ചെരുപ്പിട്ട് വഴിമാറി നടന്നത്. ചരിക്കുക എന്ന ക്രിയാപദത്തിൽ നിന്നാണോ ചെരിപ്പ് എന്ന സുന്ദര പദമുണ്ടായത് എന്ന മൊഴി പണ്ഡിതർ നമുക്ക് പറഞ്ഞു തരട്ടെ. അതെന്തു തന്നെയായാലും വെറും പാദരക്ഷ എന്ന കർമ്മബന്ധനത്തിൽ നിന്നും ചെരുപ്പിനെ പുറത്തു കൊണ്ടുവരുന്നവരെ കുറിച്ച് ഇങ്ങനെ എഴുതുവാൻ അവസരമുണ്ടാക്കിയത് ഒരു പത്രപ്രവർത്തകനാണ്. സർവശക്തനും സർവവ്യാപിയും എന്ന് കരുതി വശായിരുന്ന ഒരു ഭരണാധികാരിയുടെ നേരെ വെറും 20 അടി അകലത്തിൽ നിന്നും ചെരുപ്പെറിഞ്ഞ മുന്തസർ അൽസായിദി എന്ന പത്രപ്രവർത്തകനെ കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ലക്ഷണമൊത്ത സർവാധികാരിയുടെ വിവിധ മൗഢ്യങ്ങളിൽ ഒന്നു മാത്രമാണ് താൻ സർവവ്യാപിയും സർവശക്തനുമാണെന്ന് സ്വയം കരുതുക എന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രത്തിലെ ഈ അഗാധ പാരമ്പര്യത്തിലെ വളരെ വിനീതമായ ഒരു ശ്യാമ ബിന്ദു മാത്രമാണ്. ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനായ അൽസൈദി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത് ഇറാഖിലെ വിധവകൾക്കും അനാഥർക്കും ഇറാഖിലെ വിധവകളും അനാഥരും കൊല്ലപ്പെട്ടവരും നിനക്കു തരുന്ന അവസാന ചുംബനമാണ്. എന്നാൽ ഈ സംഭവം മനസ്സിനെ കൊണ്ടുപോയത് ചരിത്രത്തിലെ മറ്റൊരു ജോഡി ചെരുപ്പുകളിലേക്കാണ്. ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ജയിലിലടച്ച ഭരണാധികാരി ജനറൽ സ്മട്സിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന ഗാന്ധി സമ്മാനിച്ച ചെരുപ്പുകളാണത്. ജയിൽ മുറിയിലിരുന്ന് ബൈബിൾ വായിക്കുന്നതോടൊപ്പം ഗാന്ധി തന്റെ എതിരാളിക്ക് വേണ്ടി നെയ്ത ചെരുപ്പുകളായിരുന്നു അവ. ജനറൽ സ്പോർട്സും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നയാളായിരുന്നു. അദ്ദേഹം തത്വചിന്തകനും അതേസമയം തന്നെ ജീവശാസ്ത്രകാരനുമായിരുന്നു. എന്നാൽ എന്തിനുമുപരി സ്മോർട്സ് യുദ്ധങ്ങളുടെ നിത്യകാമുകനായിരുന്നു. ഗാന്ധി തന്നെ അതേക്കുറിച്ച് പറഞ്ഞത്, എതിരാളിയെ സ്നേഹിക്കുന്ന യേശു മാർഗം പഴയ നിയമം ജീവിതശൈലിയാക്കിയ യൂറോപ്പിലെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകില്ല എന്നാണ്. അതേക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാം.
അൽസൈദിയും ഗാന്ധിയും ചരിത്രത്തിലേക്ക് നിക്ഷേപിച്ച ചെരിപ്പുകൾ എന്തെങ്കിലും പാഠങ്ങൾ നമുക്ക് ഇക്കാലത്ത് തരുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെ പ്രകോപിപ്പിക്കുവാൻ തക്ക ചില പാഠങ്ങൾ ഉണ്ടെന്ന് ഞാൻ ദൃഢമായി കരുതുന്നു. അൽസൈദിയുടെ അസാമാന്യ ധൈര്യം ഗാന്ധിക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. തന്റെ നേർക്കുവരുന്ന പുലിയുടെ മുഖത്തേക്ക് എതിർപ്പിന്റെ ഒരു കുളമ്പ് തൊടുക്കുന്ന മാൻ സാമാന്യ വനങ്ങൾക്ക് അന്യമാണല്ലോ. തന്റെ ചെരിപ്പേറിന്റെ അടുത്ത നിമിഷത്തിൽ അംഗരക്ഷകനും പോലീസും തന്നെ പൊതിയുമെന്നും നട്ടെല്ലു പൊട്ടിക്കുന്ന ഭീകരമർദ്ദനം അഴിച്ചുവിടുമെന്നും അൽസൈദിക്ക് ഉറപ്പുണ്ടായിരുന്നിരിക്കണം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്നിട്ടും അതിശക്തിശാലിയായ എതിരാളിയുടെ മുഖത്തേക്ക് ചെരിപ്പെറിയുന്നതിന് അസാമാന്യ ധൈര്യം മൈക്കൽ ആഞ്ചലോ സ്വന്തം ജനതയോടും പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ആത്മാവുകൾ ഇത്ര കണ്ട് ദരിദ്രവും അന്ധവുമാണോ? പാദങ്ങളാണ് പാദരക്ഷകളെക്കാൾ പ്രധാനമെന്ന് മനസ്സിലാക്കാതെ പോകാൻ. നാം അണിഞ്ഞിരിക്കുന്ന വേഷഭൂഷാദികളെക്കാൾ എത്രയോ മനോഹരമാണ് അതിനുള്ളിലെ ത്വക്ക് എന്ന് തിരിച്ചറിയാതെ പോകാൻ. നന്ദി. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 2ാം ദിവസത്തെ പുസ്തക പ്രകാശന ചടങ്ങ് സമാപിക്കുന്നു. പനവൂർ PHM KMV ഹയർ സെക്കൻഡറി സ്കൂളിലെ, അടുത്തതായി രാമപുരം UPSലെ ആർച്ച അവതരിപ്പിക്കുന്ന ഭരതനാട്യത്തിനും
പനവൂർ PHM KM VHSSലെ കൃഷ്ണ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടാണ്. തെയ്യോ ദീനന്ദീനന്ദാരോ തദയ്യം ദാര തെയ്യോ ദീനന്ദീനന്ദാരോ തകദയ്യഗദാര തെയ്യോ ദീനന്ദീനന്ദാരോ തദയ്യം ദാര തെയ്യോ ദീനന്ദീനന്ദാരോ തകദയ്യഗദാര പൂരപ്പാടിഞ്ഞാറാണ്ടടിയേ തദയ്യം ദാര നേരത്തും പോയടി പെണ്ണാളെ തകദയ്യഗദാര മച്ചൂണാനേനും കൂടിയേ തദയ്യം ദാര നേരത്തും പോയടി പെണ്ണാളെ തകദയ്യഗദാര കറ്റപ്പാടേറെ കൊണ്ടടിയേ തദയ്യം ദാര നെറ്റിപ്പാടേറെ കണ്ടടിയേ തകദയ്യഗദാര ഏനീ ചെറുപ്പത്തിലടിയേ ജനങ്ങളുമേലും ഏറെ പണിക്കടി കൊണ്ടടിയേ തകദയ്യഗദാര തനതിന്താന 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 തിന്താന പെണ്ണിന്റെ തലയിൽ ദാണ്ടൊരു ചേനകം ചുറ്റി തിന്താര ചേനകം തുതുകളകള ചേനകം പെണ്ണെ തിന്താര തനതിന്താന 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 തിന്താന തനതിന്താന 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 തിന്താന പെണ്ണിന്റെ നെറ്റിയിൽ ദാണ്ടൊരു ചേനകം ചുറ്റി തിന്താര ചേനകം തുതുകളകള ചേനകം പെണ്ണെ തിന്താര തനതിന്താന 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 തിന്താന തനതിന്താന 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 തിന്താന താദിനന്ദഗദിത്തഗദിന്തഗ താരിഗദിന്തഗദിത്തഗദിന്തഗ താദിനന്ദഗദിത്തൈ തിന്താരോ തഗതാരിഗദിത്തൈ താദിനന്ദഗദിത്തൈ തിന്താരോ ചാവു കാവു തലവത് പതുക്ക് തടലു തടവകലോ നള നളക്കൻ വലിവതു തറയൻ പുലിവു പുലിച്ചാവേ താദിനന്ദഗദിത്തഗദിന്തഗ താരിഗദിന്തഗദിത്തഗദിന്തഗ താദിനന്ദഗദിത്തൈ തിന്താരോ തഗതാരിഗദിത്തൈ താദിനന്ദഗദിത്തൈ തിന്താരോ തോപ്പുലിവു വലിപ്പുലിവ് പാത്തുപുലിവു തലപ്പുലിവ് നോളപ്പുലിവു വലിപ്പുലിവ് തറയപ്പുലിവു പുലി പുലിവ് താദിനന്ദഗദിത്തഗദിന്തഗ താരിഗദിന്തഗദിത്തഗദിന്തഗ താദിനന്ദഗദിത്തൈ തിന്താരോ
ചാത്തങ്ങ ചാവുമുടച്ചിട്ട്